ക്രിസ്തുവിന് 7 ന്യായാസനമാണ്. പിതാമാരെ ന്യായം വിധിക്കത്തില്ല, ന്യായവിധി എല്ലാം പുത്രനാണ്. ക്രിസ്തുവിന് 7 ന്യായാസനമാണ്. 7 kind of judgment seats. ഒന്നാമത്തെ ന്യായാസനം സ്വർഗത്തിൽ. ടൈം റാപ്ചർ കഴിഞ്ഞ ഉടൻ വിധിക്കുന്ന ജഡ്ജി ക്രിസ്തു, വിധിക്കപ്പെടുന്നവർ ദൈവസഭ. 2 കൊരിന്ത്യർ 5:10 കാണാം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും, അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം, നാം എല്ലാവരും ആരാ? 3-ാം സ്വർഗം വരെ പോയ പൗലോസ്ലീഹ അദ്ദേഹത്തെക്കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ചെല്ലണം. നാം സ്വർഗത്തിൽ 7 വർഷക്കാലം പോകുന്നത് എന്തിനാണെന്നറിയാവോ? 3 കാര്യങ്ങൾക്കാണ്. 1, ഈ ഭൂമിയിലെ നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം. 2, ക്രിസ്തുവിനെ, ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കാൻ. അവിടെ നമ്മൾ ആരാധിക്കുന്ന തിരുവചനത്തിലുള്ള കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും വംശത്തിലും ഭാഷയിലും ഉള്ളവരെ വിലയ്ക്ക് വാങ്ങി. 3, നമ്മൾ 1000 വർഷം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ ജനതകളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ പ്യൂർലി സ്പിരിച്വൽ, ആത്മീയമായിരിക്കും. ഇവിടെ വേറെ നെസസിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. നമ്മുടെ ഈ ന്യൂറോ സിസ്റ്റത്തിനൊരു പരിധിയുണ്ട്. നമ്മുടെ ന്യൂറോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10,000 കോടി ന്യൂറോണാണ് തലയിൽ. ആ പരിധി വിട്ടാൽ നമ്മൾ മാനസിക രോഗികളാകാൻ സാധ്യതയുണ്ട്. ആ പരിധി വിട്ടാൽ നമുക്ക് സ്ട്രോക്ക് വരാം. നമുക്ക് വെച്ചിരിക്കുന്ന കപ്പാസിറ്റി തമ്പുരാൻ ഈ 10,000 കോടി ന്യൂറോണിന് വെച്ചിരിക്കുന്നത് ഈ ഭൗമിക ജീവിതത്തിന് ആവശ്യമുള്ളത് ചിന്തിക്കുക, ആത്മീയ കാര്യങ്ങൾ. എന്നാൽ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ ഞാൻ ഇടപെടത്തില്ല. നമ്മൾ പക്ഷെ അത് അറിഞ്ഞിരിക്കണം. കാരണം കാന്തയാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു, പച്ചവെള്ളം. കർത്താവ് ഒരൊറ്റ വാക്ക്, ഇപ്പോൾ അത് വീഞ്ഞായി. എങ്ങനെയാ? അതിൻ്റെ പുറകിലൊരു സിസ്റ്റമുണ്ട്. അത് നമ്മുടെ തലയിൽ ഇപ്പോൾ കയറത്തില്ല. മരിച്ച് കൃമി എടുത്തുകൊണ്ടിരുന്ന ശരീരമാണ് ലാസറിൻ്റെ. ലാസറസ് എന്ന് പറഞ്ഞപ്പോൾ ആയില്ല, പുറത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ കൃമിയും മാറി, സകലതും മാറി, ആരോഗ്യമുള്ളവനായി പുറത്തു വന്നു. എങ്ങനെ? കുഷ്ഠരോഗിയെ തൊട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ, സൗഖ്യമായി. ഇതിൻ്റെ എല്ലാം പുറകിലൊരു തിയറിയുണ്ട്. ആ തിയറി നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോൾ കയറത്തില്ല. അത് നമ്മളെ കർത്താവ്, അതുകൊണ്ടാണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്ക് 7 വിധ വ്യത്യാസമാണ്. നമ്മുടെ ബോഡി ഗ്ലോറിയസ് ബോഡിയാണ്. ഗ്ലോറിയസ് ബോഡി ആകുമ്പോൾ ദൈവദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ബോഡി ആയിരിക്കും. കാരണം ദൂതന്മാരാ, നമ്മൾ ക്രിസ്തുവിൻ്റെ കാന്തയാണ്. ആ ബെറ്റർ ബോഡിക്കകത്തോട്ട് ഇതെല്ലാം കിട്ടും. അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അതിലാദ്യത്തേത് നമുക്ക് പ്രതിഫലം തരാനാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ റിവാർഡുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തരുന്ന പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് കിരീടങ്ങളായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് റാപ്പറാണ് കിരീടം. അകത്തെന്താണെന്ന് കർത്താവിനറിയാം. ഒരു കിരീടത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ കിരീടം ദൈവദാസന്മാർക്കുള്ളത് തേജസ്സിൻ്റെ കിരീടം. ആട്ടിൻകൂട്ടത്തെ നടത്തി പരിപാലിക്കുന്നവർക്കുള്ള കിരീടമാണ് തേജസ്സിൻ്റെ കിരീടം. ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇനിയും ദൈവമക്കൾക്കുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. 2 തീമോഥെയോസ് 4:7. ഇനിയും നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. സത്യവിശ്വാസത്തിനു വേണ്ടി നിൽക്കുകയും അതിനെതിരായി വരുന്ന സകല ജഡീക പോരുകളെയും അതിജീവിക്കുകയും വിശ്വാസത്തിനു വേണ്ടി കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച് നല്ല പോർ സാത്താനോട് പൊരുതുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. ഞാൻ ഇന്നലെയും പറഞ്ഞു,
നമ്മുടെ ടാസ്ക് സാത്താനെ റെസിസ്റ്റ് ചെയ്യുക എന്നാണ്. സാത്താനെ തല്ലിക്കൊല്ലാൻ നമുക്ക് സിസ്റ്റമില്ല, അത് ദൈവമേ ചെയ്യത്തുള്ളൂ. പക്ഷെ സാത്താനെ റെസിസ്റ്റ് ചെയ്യണം, അതായത് ചെറുത്ത് നിൽക്കണം. നമ്മുടെ എല്ലാ അനുദിന ജീവിതത്തിൽ കഷ്ടങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, പരിഹാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇതെല്ലാം പുറകിൽ അവൻ ചരട് പിടിക്കും. ആ ചരട് പിടിക്കുമ്പോൾ നിരാശയും അവൻ കൊണ്ടുവരും. ആ നിരാശയും കൊണ്ടുവരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ എൻ്റെയും നിങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ സാധിക്കത്തില്ല. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നിരിക്കുന്നത്. നമ്മിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവമക്കളെ, പെന്തക്കോസ്തുകാരായി നമ്മളത് അവഗണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് ലീഗ എന്താ പറഞ്ഞത്? എങ്കിലും ഈ അപ്രമേയ ശക്തി എൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകം യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നതല്ല. അപ്രമേയ ശക്തിയാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാ നമ്മിൽ തന്നിരിക്കുന്നത്. ആ ശക്തി നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന ഒറ്റ കാര്യം, ആ ശക്തി ഉള്ളതിനാൽ ആ ഗൗരവമുള്ള ഒരു ലൈഫ് പാറ്റേൺ ആയിരിക്കണം. നമ്മൾ എവിടെ പോയാലും ഏത് ജോലി ചെയ്താലും, ജോലി ചെയ്ത് നോക്കിക്കേ, അതിന് വേറൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതിന് തെളിവാണ്. നമ്മുടെ ജോലി ചെറുതായാലും വലുതായാലും, ഞാനൊരു സ്വീപ്പർ ആയാലും, ഒരു കളക്ടർ ആയാലും, ഒരു ഡോക്ടർ ആയാലും, ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിലും, ഞാൻ അഭിഷേകമുള്ളവനാണെങ്കിൽ ഞാനല്ല ചെയ്യുന്നത്, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാനൊരു ചെറിയ ജോലിക്കാരനായാലും ഒരു വലിയ ജോലിക്കാരനായാലും വ്യത്യാസമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് സ്റ്റാറ്റസിൽ ശരിയായിട്ട് ചെയ്യിക്കും. അതുകൊണ്ട് സാത്താനോട് റെസിസ്റ്റ് നിന്ന് വിശ്വാസം കാത്തുകൊള്ളുന്നവർക്ക് ഉള്ളതാണ് നീതിയുടെ വാടാത്ത കിരീടം. ഇനിയും അടുത്ത കിരീടം ദൈവമക്കൾക്കുള്ളത്, അംഗം പൊരുതുന്നവർക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, അവർക്ക് വാടുന്ന കിരീടം, നമുക്കോ വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9:25. വർജനമാചരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ വേർപാട്. വചനത്തിന് നിരക്കാത്ത സിസ്റ്റത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. ലോകത്തിന്റെ മോഹങ്ങളിൽ ഓടി നടന്നിട്ട് ചെയ്യിച്ചാൽ കിട്ടത്തില്ല. ലോകത്തിൽ നമ്മൾ മാന്യമായിട്ട് ജീവിക്കാം, നല്ല വീട് പണിയാം, നല്ല കാറിൽ യാത്ര ചെയ്യാം, നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ യാതൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാകരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആർ വേർപിരിക്കും? നമുക്ക് നല്ല വീട്ടിൽ താമസിക്കാം, കാലഘട്ടത്തിനനുസരിച്ച് നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, എല്ലാ സൗകര്യങ്ങളും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഒന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാകരുത്. അതാണ് വർജനം. ആ വർജനം ആചരിക്കുന്നവർക്ക് കിട്ടും. അടുത്തത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ജീവകിരീടം. യാക്കോബ് 1:12. പല വിധത്തിലുള്ള പരീക്ഷ നമുക്ക് വരും വിശ്വാസ ജീവിതത്തിൽ. അത് ആത്മീയം വരും, ശാരീരികം വരും, ഭൗമികം വരും. രോഗങ്ങളിട്ട് പരീക്ഷിക്കും. രോഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 8-10 കാരണങ്ങളാണ് രോഗം വരുന്നത്. അല്ല, ഒരു കാരണം കൊണ്ടല്ല. ഇന്ന് ഈ ലോക അന്ത്യകാലമാകിയാൽ സകല രോഗങ്ങൾ ഒന്നിച്ച് പെരുന്നാൾ നടത്തുന്ന കാലമാണ്. രോഗങ്ങളുടെ പെരുന്നാളായിരുന്നു. അപ്പൊ ആ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. രോഗം വരാൻ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ വിഷമയമാണ്. നമ്മളത് അറിയുന്നില്ലെന്നുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം, പക്ഷെ നമുക്ക് കഴിക്കാതെ ജീവിക്കാനൊക്കെ, വെള്ളം കുടിച്ച് ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ മേടിക്കുന്ന വെജിറ്റബിളും മീറ്റും ഫിഷും എല്ലാം പല വിധത്തിൽ കെമിക്കൽ ചേർന്നതാണ്. കെമിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇത് നിരന്തരം കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് രോഗം വരും. ഉറക്കക്കുറവ് കൊണ്ട് രോഗം വരും. ഇതെല്ലാം അവൻ പക്ഷെ പരീക്ഷിക്കാൻ നോക്കും. എന്തിനാ? വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ. സാമ്പത്തിക ടൈറ്റ് അവൻ കൊണ്ടുവരും. സത്താൻ്റെ ടെക്നോളജിയാ. സാമ്പത്തിക ടൈറ്റ് കൊണ്ടുവരും. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ടി വരും. ജോലി കിട്ടാതെ ഭാരപ്പെട്ടേക്കാം. ഒന്നും വിഷമിക്കണ്ട. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പരീക്ഷയിൽ ഒരു കാര്യം ഓർത്തോളം, പരീക്ഷ നിങ്ങളോ ഞാനോ സഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ണടച്ചിരിക്കുകയല്ല,
വളരെ കോൺഷ്യസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഏത് ലെവൽ വരെ പരീക്ഷ സാധിക്കാൻ സാധിക്കുമോ അതുവരെ മാത്രമേ അവൻ അനുവദിക്കത്തുള്ളൂ. ആ ബോർഡർ കഴിയുമ്പോൾ സ്വർഗം പറയും സ്റ്റോപ്പ്. ആ ബോർഡർ വരെ നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കും. എന്റെ കാറിന് 35 ലിറ്ററാണ് പെട്രോളിന്റെ കപ്പാസിറ്റി. ഡീസൽ 30 ലൈറ്റ് തെളിയും. എന്താ തീരാൻ പോകുന്നു. ഇതുപോലെ ഞാനും നിങ്ങൾക്കും പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയുടെ കപ്പാസിറ്റി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വർഗത്തിൽ എന്റെ നിങ്ങളുടെ പേര് ലൈറ്റ് തെളിയും. ഉടനെ കർത്താവ് പറയും സ്റ്റോപ്പ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത് ആത്മീയ ഗുഡ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പ്രശംസാ കിരീടം. തെസ്സലോനിയർ 2:13 കാണാം. നിങ്ങളല്ലയോ എൻ്റെ പ്രശംസാ കിരീടം. ഈ കസേര ഒരു സ്റ്റെപ്പ് മാറ്റിയിട്ടാൽ അത് പ്രശംസിക്കും സ്വർഗത്തിൽ. ഒരു ഗ്ലാസ് വെള്ളം ഈ ചർച്ചിൽ കിടക്കുന്ന ഒരു കടലാസ് എടുത്ത് കളഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിലായി ഒരു ഗുഡ് വർക്ക്, ആത്മീയ ഗുഡ് വർക്കാ. ഒരാത്മാവിനെ ഈ ഇവിടെ കൊണ്ടുവന്നാൽ, ഒരാത്മാവിനെ നേടിയാൽ അതൊക്കെ സ്വർഗത്തിൽ ഭയങ്കര പ്രശംസയാണ്. നമ്മുടെ സഭയിൽ ഒരു പേപ്പർ താഴെ കിടന്നാൽ ദൈവമക്കളെ നമ്മൾ ചേച്ചി എടുക്കട്ടെന്ന് കാണരുത്, നമ്മൾ എടുക്കണം. പ്രശംസ സ്വർഗത്തിലാണ്. അല്ലെ പാസ്റ്റർ എടുക്കട്ടെന്നല്ല, പ്രശംസാ കിരീടം. ഇങ്ങനെ 5 കിരീടങ്ങൾ. ഇതാണ് സ്വർഗത്തിൽ കിട്ടുന്ന ഒന്നാമത്തെ ന്യായാസനം. രണ്ടാമത്തെ ന്യായാസനം സ്വർഗത്തിൽ വെക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാർക്കുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചാൽ കാണാം, കർത്താവായ യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് AD 30 അറക്കപ്പെട്ട കുഞ്ഞാടെന്നല്ല. വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ എഫക്റ്റ് ലോകസ്ഥാപനം മുതലാ. 2 പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് 1 പത്രോസ് 1:10-11 കാണാം. നമ്മെ പോലെ ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്കുണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ കാണാം, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് നല്ലത് അവരെയും ന്യായം വിധിക്കും. അവരെ ന്യായം വിധിക്കുന്നത് കൃപായുഗത്തിലെ സിസ്റ്റത്തിലല്ല, അവർക്ക് കൊടുത്ത പ്രമാണപ്രകാരം. ഒന്നാമത്തെ ന്യായാസനം എനിക്കും നിങ്ങൾക്കും. രണ്ടാമത്തെ ന്യായാസനം ആർക്കാ? പഴയ നിയമ ഭക്തന്മാർക്ക്. ഇനിയും കേട്ടോണം, മൂന്നാമത്തെ ന്യായാസനം. അപ്പൊ ഭൂമിയിൽ എന്നാ പരിപാടി എന്നറിയാമോ? ഡെവിളിക് വേൾഡ്, മഹോപദ്രവം ഭൂമിയിൽ. ഇവിടെ സാത്താൻ അടിച്ചു പൊളിച്ച് ഭരിക്കുക. അകത്തെ രക്തസാക്ഷികൾക്കുള്ള ന്യായാസനമാണ്. എന്നാൽ നമ്മളിന്നലെ ചിന്തിച്ചു ഒന്നാം പുനരുദ്ധാനമെന്ന്. രക്തസാക്ഷികൾ 2 വിധത്തിലുള്ളവരാണ്, 2 ഗ്രൂപ്പാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണാം. 1 യഹൂദന്മാർ. ഞാൻ ഒടുവിൽ പറയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന യഹൂദന്മാരുടെ 10 കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എതിർ ക്രിസ്തുവിനോട് ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്. ചേർത്ത് നിന്ന് രക്തസാക്ഷികളാവും യഹൂദന്മാർ. അവരെക്കുറിച്ച് ഒരു ഭാഗമാണ് 1,44,000 എന്ന് പറയുന്നത്. 12,000 പേരെ മുദ്രയിടുന്നു. വീണ്ടും അവരുടെ വേറൊരു ഗ്രൂപ്പിനെ കാണാം. ആൺകുട്ടി, ഇസ്രായേലാകുന്ന സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി, വെളിപ്പാട് 12 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർക്കും ന്യായാസനമുണ്ട്, അവർക്കും പ്രതിഫലമുണ്ട്. വേറെ ഒരു കൂട്ടരുണ്ട്, അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു വാക്യം ആരെങ്കിലും വായിക്കണം. നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോയിട്ടില്ല. സാധാരണ ഈ സമുദായക്കാരുടെയൊക്കെ വീടുകളിൽ മരിക്കുമ്പോൾ അത് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വാക്യങ്ങൾ അത്രയേ ഉള്ളൂ. വായിക്കാം. വെളിപ്പാട് 7:9. അത് ഇച്ചിരി പഠിക്കാനുള്ളതാണ്. ഇതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം എന്നറിയാവോ? ഇസ്രായേലിനെ സ്വർഗത്തിൽ മുദ്രയിട്ട് അവരെ ന്യായം വിധിച്ച ശേഷം അടുത്ത വാക്യം, സകല ജാതികളിലും ഗോത്രങ്ങളിലും. ആ വാക്യം കേട്ടണം. സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിലും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷകളിലും നിന്നുമേ ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. ആ വാക്ക് ശ്രദ്ധിക്കണം. സകല ഗോത്രത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാൻ മേലാത്തൊരു പുരുഷാരം. അടുത്ത വാക്യം, വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി വന്ന് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും
കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത് അത്യുച്ചത്തിൽ അവർക്ക് വേറെ ആർത്തുകൊണ്ടു. ഒന്നും പാടാനില്ല. രക്ഷ രക്ഷ രക്ഷ, ഞങ്ങൾ രക്ഷപ്പെട്ടു, സ്വർഗത്തിലാന്ന് ഓർത്തോണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. സകല ദൂതന്മാരും ആ സിംഹാസനത്തിന്റെയും ആ മൂപ്പന്മാരുടെയും ആ. 4 ജീവികളുടെയും ചുറ്റും നിന്ന് ആ. സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ് വീണു. ആ ആമേൻ, ആ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് അടുത്ത വാക്യം. ദൈവത്തെ നമസ്കരിച്ചു. അടുത്ത വാക്യം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ആ. വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നത് ഇവർ ആർ? ആ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇവരാരാ? ഇവിടുന്ന് വന്നു. ശ്രദ്ധിക്കണേ, സകല ഗോത്രത്തിൽ ജാതിയിലും വംശത്തിൽ നിന്നുള്ളൊരു വലിയ പുരുഷാരം, വിജയത്തിന്റെ അടയാളമാകുന്ന കുരുത്തോല. പാടാനുള്ള വേറെ ഒരു വാക്കുമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു. ഉടനെ മൂപ്പന്മാരിൽ ഒരാൾ ചോദിക്കുക, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരായ 24 മൂപ്പന്മാർ, അവരിൽ ഒരാൾ ചോദിക്കുക, ഇത് ആരാ? അടുത്ത വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അടുത്ത വാക്യം കേട്ടോ. അവൻ എന്നോട് പറഞ്ഞത്, ആ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ശ്രദ്ധിച്ചേ, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. എവിടെയാ മഹാകഷ്ടം? സംഭവം സ്വർഗത്തിലാ. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. എവിടെയാ മഹാകഷ്ടം നടക്കുന്നത്? പറഞ്ഞാട്ടെ. യെസ്, കറക്റ്റ്. കണ്ടോ? അപ്പൊ ഇവര് ഭൂമിയിൽ നിന്ന് വന്നവരാ. അടുത്ത വാക്യവും, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആ. തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ആ അതുകൊണ്ട് ആ. അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് ആ. അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ശ്രദ്ധിക്കണ ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ശക്തിയിലും ബുദ്ധിയിലും ചിന്തിച്ചാൽ ഇത് മനസ്സിലാകും. പൊതുലോകത്തിന് ഇത് മനസ്സിലാകത്തില്ല, ദൈവമക്കൾക്ക് പിടികിട്ടത്തുള്ളൂ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. സംഭവം നടക്കുന്നത് പൈശാചിക ലോകം ഭൂമിയിൽ നടക്കൊള്ളുമ്പോൾ മഹോപദ്രവത്തിൽ, റാപ്ചർ കഴിഞ്ഞ് സ്വർഗത്തിൽ. ഈ വന്നവർ സ്വർഗത്തിൽ ഭൂമിയിൽ നിന്നും വന്നവർ, മഹോപദ്രവത്തിൽ നിന്നും. അടുത്ത വാക്യം, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി സൗജന്യമായി പാപക്ഷമയും വിടുതലും കൊടുക്കുവാൻ സ്വർഗം വെച്ചിരിക്കുന്ന ഒടുവിലത്തെ സമയം എപ്പോഴാ? നിങ്ങൾ പറയണം. കർത്താവിന്റെ രക്തത്തിൽ കൂടി ഇന്ന് സൗജന്യ രക്ഷയാ. ആ രക്ഷയുടെ അവസാനത്തെ സമയം എപ്പോഴാ എന്ന് പറഞ്ഞേ? എന്തോ തെറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആരും വലിയ ജ്ഞാനികളൊന്നുമല്ല. തെറ്റുപറ്റാം, തിയററ്റിക്കലി പറയണം. നോക്കിയേ, വണ്ടി ട്രെയിൻ പുറപ്പെടാൻ 6:30 ടൈം ഉണ്ടെങ്കിൽ 6:30 കഴിഞ്ഞാൽ ട്രെയിൻ പോയി. ഇതുപോലെ ഇത് കൃപായുഗമാണ്. നമ്മൾ പറയും സുപ്രസാദ കാലം, രക്ഷാദിനം. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഏത് പാപിക്കും രക്ഷപ്പെടാൻ സ്വർഗം വെച്ചിരിക്കുന്ന ഒടുവിലത്തെ ദിവസം ഏതാ? കേൾക്കാൻ മേല. ലാസ്റ്റ് ടൈം പറ. യെസ്, കറക്റ്റ്. കർത്താവിന്റെ കാഹളം വരെ സമയമുള്ളൂ. കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാനത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്തിൽ റാപ്ചർ നടക്കുന്നു. ആ റാപ്ചർ നടന്നു കഴിയുമ്പോൾ കൃപായുഗം തീർന്നു. അപ്പോൾ കൃപായുഗത്തിൽ മാത്രമേ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവരെ കുറിച്ച് പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാ. അപ്പോൾ ഇവർ എപ്പം രക്ഷിക്കപ്പെട്ടവരാ? നിങ്ങൾ എന്നോട് നിങ്ങളെ മനസ്സിലാക്കാൻ പറയുന്ന ചോദിക്കുന്ന എപ്പോഴാ? ഇവർ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ട പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ നമ്മുടെ കൂട്ടത്തിൽ ഇവനില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇവനില്ല. പണ്ടൊരു അച്ചായൻ ഞങ്ങളുടെ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. എല്ലാവരും ഉണ്ട്, മക്കളും എല്ലാം ഉണ്ട്. ഇങ്ങനെ പിള്ളേരെല്ലാം നിൽക്കുക. ട്രെയിൻ വന്നപ്പോൾ അച്ചായൻ ചായ കുടിക്കാൻ പോയി. ട്രെയിൻ അങ്ങ് പോയി, എക്സ്പ്രസ്സാ. അച്ചായൻ സ്റ്റേഷനിലും പിള്ളേർ ട്രെയിനിലും. എന്ന് പറഞ്ഞതുപോലെ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരായി ഇവർ. പക്ഷെ അവർ റാപ്ചറിൽ എടുക്കപ്പെട്ടില്ല. കാരണം റാപ്ചറിൽ അവർ കൈവിടപ്പെട്ടു പോയത്, അവരുടെ യോഗ്യത അവർ നഷ്ടപ്പെടുത്തി. ജോൺ സാറിന്റെ ഭാഷയിൽ പിന്മാറ്റക്കാർ. ഇവരാരാ? പിന്മാറ്റക്കാരാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവർ പിന്മാറ്റക്കാരാ.
കർത്താവിൻ്റെ രക്തത്തിൽ കൂടിയൊക്കെ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് ആരാധിച്ചവരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയെ സജീവമായിട്ട് ഇരുന്നവരോ, ഏതെങ്കിലും ലൗകിക കാരണത്താലോ ജഡീക മോഹത്താലോ സഭകളിൽ പൊളിറ്റിക്സ് കളിച്ചോ ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയോ കൃപ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കൃപ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സഭയിൽ പൊളിറ്റിക്സ് കളിക്കുക, ദൈവദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുക, അവർക്കെതിരെ സത്യാഗ്രഹം നടത്തുക, ഇതെല്ലാം കൃപ പോകും. ഇതെല്ലാം കൃപ പോകുന്ന കാര്യമാണ്. ദൈവമക്കളെ, ഞാനത് പറയുന്നത് ഒരു പിതാവിൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. വചനം പഠിച്ചാൽ കാണാം. പഴയ നിയമം മുഴുവൻ നിങ്ങൾ പഠിച്ചു നോക്കിയൊക്കെ കാണാം. നമ്മളെ ആക്കിയിരിക്കുന്ന ദൈവദാസന്മാർ കണക്ക് ബോധിപ്പിക്കാനുള്ളവരാണ്. അവർ, നമ്മുടെ നേതൃത്വങ്ങൾ നമ്മളെ ആക്കിയിരിക്കുന്നു. അവർ തെറ്റ് ചെയ്താൽ അടി കർത്താവ് കൊടുക്കും, നമ്മൾ കൊടുക്കണ്ട. 98 വയസ്സുണ്ടായിരുന്നു ഏലിക്ക്, അടി കർത്താവാണ് കൊടുത്തത്. മക്കളെ ചൊവ്വ വളർത്താഞ്ഞതിന് അറിയാവോ, പെടലി ഓടി ഞാൻ മരിച്ചത്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പം ദൈവദാസ് ഈ നടത്തുന്ന നേതൃത്വങ്ങൾ തെറ്റ് ചെയ്താൽ കർത്താവ് അടിച്ചോളും. നമ്മളതിന് സമരത്തിനും മുദ്രാവാക്യത്തിനും സത്യാഗ്രഹത്തിനും ഒക്കെ പോയാൽ കൃപ പോകും. സഭകളിൽ വളരെയധികം സാത്താൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്പം കഴിവും വായാലതയും അല്പം സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് കളിക്കാൻ നോക്കുക. വളരെ, ഞാൻ നിങ്ങളെ അല്ല പറയുന്നത്, ജനറലി പറയുക, അത് കൃപ നഷ്ടപ്പെടും. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും പൊളിറ്റിക്സ് കളിക്കാനല്ല, ദൈവത്തെ ആരാധിക്കാനാണ്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് പൊളിറ്റിക്സ് കളിക്കാനല്ല, നാം ആരാധിക്കാൻ വന്നവരാ. വിവിധ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണെങ്കിൽ സ്വർഗം നമ്മളെക്കുറിച്ച് നോക്കുമ്പോൾ പ്രശംസിക്കാനേ കാണാവുള്ളൂ. ഈ ഒരു വലിയ കൂട്ടർ പിന്മാറിപ്പോവും. 1, സഭകളിൽ അനാത്മീയത കാണിച്ച്, 2, ലോകമോഹങ്ങളുടെ പുറകെ പോവും. ലോകമോഹങ്ങളുടെ പുറകെ അല്പം സാമ്പത്തികമൊക്കെ ആയി കഴിയുമ്പം ആരാധന പതുക്കെയാവും. ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തെ നോക്കരുത്, അനുഗ്രഹം തന്ന ദൈവത്തെ നോക്കണം. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയിൽ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. പാസ്റ്ററുടെ പേര് സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, ആ പാസ്റ്റർ ഇന്നും ഉണ്ട്. അദ്ദേഹത്തെ ഇന്ത്യ IPCയിലെ ഒരു സഭയിലെ ശുശ്രൂഷകനായിരുന്നു. ഇവിടെയല്ല, നിങ്ങളുടെ ഈ ഭാഗത്തൊന്നുമല്ല, ഞങ്ങളുടെ കോട്ടയത്തിന് വടക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞ ചായ, ഒരമ്മച്ചിയുണ്ട്, വിധവയാണ്, ആരും സഹായിക്കാനില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഗവൺമെൻറ് 500-800 രൂപ പെൻഷൻ കൊടുക്കും, ഇതും കൊണ്ട് അവർ കഴിയുന്നത്. അപ്പോൾ ഞാൻ, ഈ സഹോദരി വിധവയെ അമ്മച്ചിയാണ്, പ്രായമുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ വന്ന് ഈ സഹോദരിയാണ് ചർച്ചിലെ മുറ്റത്തൊരു പ്ലാവുണ്ടായ ഇലയെല്ലാം ഉണ്ട്, പ്ലാവിലെല്ലാം തൂത്ത് മാറ്റും ആരാധനയ്ക്ക് മുമ്പ്. ഇന്നത്തെ ഇതൊന്നുമല്ല, പായ, കസേരയില്ല, പാവിരിക്കും, ഇതെല്ലാം അമ്മച്ചിയാണ്. ഞാൻ ആരും അറിയാതെ, എനിക്ക് തുച്ഛമായ വരുമാനമേ ഉള്ളൂ. എനിക്ക് കിട്ടുന്ന ദശാംശത്തിലൊരു ചെറിയ തുക ഞാൻ എൻ്റെ ഭാര്യയുടെ കൊടുത്ത് ഞാൻ സഹോദരിക്ക് കൊടുക്കും, ആരും അറിയാതെ കഴിയട്ടെന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച് അടുത്ത വർഷം എനിക്ക് ട്രാൻസ്ഫറാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ വരുന്ന ദൈവദാസൻ ഇത് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ അമ്മച്ചിക്ക് ഒരു വഴി തുറക്കണം. ആ അമ്മച്ചിയെ വിളിച്ച് ദൈവദാസൻ പറഞ്ഞു, ഞാനൊരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, അമ്മച്ചിക്കൊരു വാതിൽ സ്വർഗം തുറക്കണം. അമ്മച്ചി വിശ്വാസത്തോടെ ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടോളാം ദൈവദാസൻ്റെ പ്രാർത്ഥനയുടെ ശക്തി. അദ്ദേഹം സത്യത്തിൽ അമ്മച്ചിക്ക് വേണ്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എത്ര ദിവസം ഞാൻ ഓർക്കുന്നില്ല. ഈ കടലാസ് കത്രികയ്ക്ക് വെട്ടുന്നതല്ല, പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു, വിധവമാർക്ക് ഓരോ ജേഴ്സി പശുവിനെ മേടിച്ചു കൊടുക്കാൻ. വിധവയാണെന്ന് തെളിയിച്ച സർട്ടിഫിക്കറ്റ് മാത്രം മതി. നോക്കിക്കേ, ഈ സഹോദരി വിധവയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പാസ്റ്റർ കൊടുത്തു. നല്ല ചുവന്ന ഒരു ജേഴ്സി പശുവിനെ കിട്ടിയെന്ന് പറഞ്ഞു. ഈ ദൈവദാസനെ വിളിച്ചാണ് അതിൻ്റെ കയറ് പ്രാർത്ഥിച്ച് കൂട്ടിക്കെട്ടി. പിറ്റേ ആഴ്ചയിൽ അമ്മച്ചി സഭയിൽ വന്ന് ശക്തമായ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യവും വായിച്ചു. എല്ലാവർക്കും സന്തോഷം. അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് പാവിരിക്കാനും അമ്മച്ചിയില്ല, കുറ്റം തൂക്കാനുമില്ല. കേട്ടോ, നടന്ന കാര്യമാണ്. ഉടനെ കുറച്ച് കഴിഞ്ഞ് അമ്മച്ചി കയറി വന്നപ്പം അമ്മച്ചി പറഞ്ഞു, അതെ ഡോക്ടർ പരിശോധിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ നിന്നതാ എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിലും അമ്മച്ചിയില്ല, അമ്മച്ചി അന്ന് വന്നേ ഇല്ല. ഉടനെ പാസ്റ്റർ അന്വേഷിച്ചാൽ പറഞ്ഞു,
ഈ KRന്റെ ഫീഡ് ഇങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ടുണ്ട് ബ്ലോക്കിൽ നിന്ന്. അത് അവിടെ പോയി മേടിക്കണം. അത് മേടിക്കാൻ ക്യൂ നിന്ന് സഭായോഗം തീർന്നു എന്ന് കേട്ടോണം. 3-ാം ഞായറാഴ്ച അമ്മച്ചിയില്ല. ഉടനെ ഈ പാസ്റ്റർ മെനക്കെട്ട് അവിടെ ചെന്നെന്ന് പറഞ്ഞത് അറിയാൻ. ഉടനെ പറഞ്ഞത് ഡോക്ടർ വരുമെന്ന് പറഞ്ഞ് പശുവിനെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ വന്നില്ല. ഈ ദൈവദാസൻ ചെയ്ത പരിപാടി കേൾക്കണം. അങ്ങനെയാണ് ദൈവദാസന്മാരുടെ എടുക്കുക. ആ ദൈവദാസൻ പിറ്റേ ദിവസം വാസനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചെയ്തു പോയത് അമ്മച്ചിയുടെ ആരാധന ഞാൻ നശിപ്പിച്ചു. ആ പ്രാർത്ഥനയെ സ്വർഗത്തിൽ ചെന്നു. ഇദ്ദേഹം ഞായറാഴ്ച പ്രാർത്ഥിച്ചു, തിങ്കളാഴ്ച ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് പശു തട്ടിപ്പോയി. ഇത് നടന്ന സംഭവമാ. നിങ്ങൾക്ക് സാരസ്യമായിട്ട് തോന്നും. പിന്നെ അടുത്ത ഞായറാഴ്ച പോലെ അമ്മച്ചി പഴയ മിറ്റവും തൂക്കും, വായും വിരിക്കും. അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അനുഗ്രഹത്തെ നോക്കാതെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹത്തെ തന്ന ദൈവത്തെ നോക്കിയില്ലെങ്കിൽ നമ്മുടെ കൃപ പോകും. ദൈവമക്കളെ, നമ്മുടെ കൃപ പോകും. നമുക്ക് അനുഗ്രഹങ്ങൾ സ്വർഗം തരുന്നതാ. അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാ. ആ ദൈവം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കും. ആത്മീയത്തിൽ അനുഗ്രഹിക്കും, സമ്പത്തിൽ അനുഗ്രഹിക്കും, എല്ലാവിധത്തിലും അനുഗ്രഹിക്കും. പക്ഷേ ആത്മീയം 1 ഇഞ്ച് കുറഞ്ഞാൽ സ്വർഗത്തിൽ പിൻമാറ്റമാകും. ക്രൈസ്തവ കോളത്തിൽ എല്ലാ ക്രൈസ്തവ വിഭാഗത്തിലും കാണാം പിന്മാറ്റക്കാർ. അവർ മഹോപദ്രവത്തിൽ കുടുങ്ങും. അവർ വചനം പഠിച്ചവരാ. അപ്പോൾ പുറകെ നമ്മൾ ചിന്തിക്കും, സാത്താന്റെ ഭരണപരിഷ്കാരം നെറ്റിയിലെങ്കിലും അടിപ്പിക്കുന്ന, അവനെ നമസ്കരിക്കുക, ഇതെല്ലാം വരുമ്പോൾ ഓർമ്മ വരും. അപ്പം മനസ്സിലായി, എല്ലാം എടുക്കപ്പെട്ടു, പിശാചാ ഭരിക്കുന്നത്, കുടുങ്ങിപ്പോയി. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ നിത്യദണ്ഡനം കിട്ടുമെന്നറിയാം. അവരും അതികഠിനമായ പീഡയിൽ കൂടി വരും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവരെവിടെ നിന്ന് വരുന്നു? മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. കുഞ്ഞാടിന്റെ അങ്കി അലക്കി വെളുപ്പിച്ചവരെ. ഇനി അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിലായിരിക്കും സങ്കടം. ഒന്ന് വായിക്കാം, ആ വാക്യം തുടർന്ന് വായിച്ചാട്ടെ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അതൊക്കെ നമ്മളോടൊപ്പം ആരാധിക്കും. അടുത്തത് കേട്ടോണം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, അവർക്ക് വിശക്കത്തില്ല, ദാഹിക്കത്തില്ല, വെയിലും യാതൊരു ചൂടും അവർ മേൽ തട്ടുകയുമില്ല. അടുത്തതോ? സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇവർക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ് എന്താന്നാ. എനിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സ്റ്റാറ്റസ് കുഞ്ഞാടിന്റെ കാന്ത. ഇവർക്ക് ഇത് കിട്ടേണ്ടതാ, അത് കിട്ടുന്നില്ല. ഇവർക്ക് കിട്ടുന്നത് ഇടയനും ആടും തമ്മിലുള്ള സ്റ്റാറ്റസ്. കുഞ്ഞാട് അവരെ മേയിച്ച് നടത്തുവെന്ന്. ഇവരെ നമ്മളെപ്പോലെ ക്രിസ്തുവിന്റെ കാന്തയായി ശോഭിക്കേണ്ടിയവരാ. പക്ഷെ അവരവിടെ വരുന്ന ഈ വിധത്തില. അവർക്കൊരു ന്യായാസനമുണ്ട് പ്രതിഫലം കൊടുക്കാൻ. അടുത്ത നോക്കിക്കേ, 1-ാമത്തെ ന്യായാസനം സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്കും. 2-ാമത്തെ പഴയ നിയമ വിശുദ്ധന്മാർക്ക്. 3-ാമത്തെ ന്യായാസനം മഹോദ്രവ രക്തസാക്ഷികളാണ്, ഈ പറഞ്ഞ കൂട്ടരും. 4-ാമത്തെ ന്യായാസനമായി ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഭൂമിയിലാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു മഹോദ്രവത്തിൽ യേശുക്രിസ്തുവിനെ എതിരായി നിന്ന് ഇസ്രായേലിനെ സഹായിച്ചവർക്കുള്ള ആണ്. 5-ാമത്തെ ന്യായാസനം മഹോദ്രവ സമയത്ത് ഇസ്രായേലിനെ മരുഭൂമിയിൽ വെച്ച് ന്യായം വിധിക്കും. അന്ന് അവർ എങ്ങനെ ഡീൽ ചെയ്തെന്ന് വായിക്കാം. അത് എഹെസ്കേൽ 20:35 എഹെസ്കേൽ 20:35. 6-ാമത്തെ ന്യായാസനം പറയാനാണ് ഞാൻ ഇത്രയും കൊണ്ടുവരുന്നത്. എഹെസ്കേൽ 20:35. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി വ്യവഹരിക്കും. ഞാൻ നിങ്ങളെ വ്യവഹരിക്കും. ഇസ്രായേലിനെയാ അവരെ ഏത് തരത്തിൽ ഡീൽ ചെയ്തു നോക്കിക്കോണം. 6-ാമത്തെ ന്യായാസനമാണ്. ഭക്തിയോടും ഭയത്തോടും നമ്മൾ കേൾക്കണം ദൈവമക്കളെ. എന്താണ് ഈ 6-ാമത്തെ ന്യായാസനം? 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 1 മുതൽ വായിക്കാം. നിങ്ങളിൽ ഒരുത്തന്
മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? അടുത്ത വാക്യം, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? അടുത്തത്, ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? അടുത്ത വാക്യം, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ വാക്യം അടിവരയിട്ടോ ദൈവമക്കളെ. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന്റെ മറ്റൊരു കാര്യമുണ്ട്. കുഞ്ഞാടിന്റെ കാന്ത എന്ന പദവിയിൽ നമുക്കൊരു സ്റ്റാറ്റസ് തരിക. ആറാമത്തെ ന്യായാസനം ലൂസിഫറിന്റെ കൂടെ വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കണം. 2 പത്രോസ് 2 കാണാം, പാപം ചെയ്ത ദൂതന്മാർ, ലൂസിഫറിന്റെ കൂടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ ഉണ്ട്. അതുങ്ങളെ എല്ലാം വെളിയിൽ കൊണ്ടുവരും. ആ ദൂതന്മാരെ ന്യായം വിധിക്കാനുള്ളവരായി ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും നിങ്ങളും തേജസ്സിൽ മനോഹരമായ ഒരു ന്യായാസനത്തിൽ ഇരുന്ന് വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കണം. ആ വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കാനുള്ള നോളജ് കിട്ടാനാണ് സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ശരീരം ഗ്ലോറിയസ് ബോഡിയായി കഴിയുമ്പോൾ ആ നോളജ് നമുക്ക് കിട്ടും. നാം അവരെ ന്യായം വിധിക്കാനുള്ളവരാണെങ്കിൽ, കിഴക്കേ വീട്ടിലെ ചാക്കോച്ചന്റെ പ്ലാവല ഇപ്പുറത്ത് വീണെന്ന് പറഞ്ഞ് കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഈ ന്യായാസനം നമുക്ക് കിട്ടുമോ? ആശയം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പം നഷ്ടങ്ങൾ വന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കേസിനും വഴക്കിനും പോകാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക. ഭൗമികമായ നഷ്ടമോ അല്ലെങ്കിൽ പോരായ്മയോ വന്നെന്ന് വിചാരിച്ചാലും തോറ്റെന്ന് വിചാരിക്കേണ്ട. തോക്കുകയല്ല, നമ്മൾ സ്വർഗത്തിൽ ജയിക്കും. അതാണ് 6ാമത്തെ ന്യായാസനം. 7ാമത്തെ ന്യായാസനമാണ് വെള്ളസിംഹാസന ന്യായാധി. വെളിപ്പാട് 20:11, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ആകാശവും ഭൂമി ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തോണം മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. 10 സാക്ഷികളെ ഹാജരാക്കുക. അവിടെ അറിയാമോ, 10 സാക്ഷികൾ. അത് എല്ലാം വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. അത് പറയണേ 1.5 മണിക്കൂർ എടുക്കും. യേശു തമ്പുരാൻ ന്യായാസനത്തിൽ കാന്തയായ നിങ്ങളും ഞാനും ചുറ്റിലും. നമ്മുടെ രക്ഷിക്കപ്പെട്ട ഭാര്യ കർത്താവിൻ്റെ ചുറ്റിൽ, രക്ഷിക്കപ്പെടാത്ത കുണം പിടിക്കാത്ത ഭർത്താവ് ശിക്ഷ മേടിക്കാൻ വരും, തിരിച്ചും വരും. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഫീലിങ്ങും ഉണ്ടാകത്തില്ല. എന്നാ അറിയോ, നമ്മുടെ ശരീരം തേജസ്സാണ്, നമുക്കൊരു ഫീലിങ്ങും വരത്തില്ല. അവിടെ 10 സാക്ഷികളെ ന്യായമായ കർത്താവ് വിധിക്കത്തുള്ളൂ. ആദ്യത്തെ സാക്ഷിയാണ് ആകാശം, 2ാമത്തെ സാക്ഷിയാണ് ഭൂമി. അതാണ് ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഭൂമിക്ക് ജീവനുണ്ടെന്ന് 80 വർഷം മുമ്പ് സയൻസ് കണ്ടുപിടിച്ചു. ഭൂമിയുടെ ജീവന്റെ പേര് ന്യൂസ്ഫിയർ. ഇതിന് ജീവനുണ്ട്. ഇതറിയാതെ 2700 വർഷം മുമ്പ് യെശയ്യാ എഴുതിയ ഭൂമിയെ ചെവി തരിക. എങ്ങനെയാ ഭൂമി സാക്ഷി പറഞ്ഞറിയാവോ? ഹബക്കൂക്കിന്റെ 2:11 വായിച്ച്. ഹബക്കൂക്ക് 2:11. ഭൂമി അത് അവിടെ യവൻ രക്ഷപ്പെടുവന്ന്. ഹബക്കൂക്ക് 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും ഭിത്തിയും കതകും ചവിട്ടി നിൽക്കുന്ന ഫ്ലോറും എല്ലാം സാക്ഷി പറയുമെന്ന്. എങ്ങനെ പറയും? നിങ്ങൾ നോക്കിക്കേ, എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ റെക്കോർഡ് ചെയ്യാം, അല്ല ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡ് ചെയ്യുന്ന വസ്തുക്കൾ തിരിച്ച് പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നു അല്ലേ? എൻ്റെ ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്ന വസ്തുക്കൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടൊന്നും ആണോ? അല്ല. ഈ ഭൂമിയിലെ മൂലകമെടുത്ത്, മണ്ണിലെ മൂലകമെടുത്ത് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ കൾച്ചർ ചെയ്തപ്പം കേൾപ്പിക്കാമെങ്കിൽ ഈ മൂലകത്തെ സൃഷ്ടിച്ച തമ്പുരാനെ ഇതിൽ നിന്നും ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കും. അറിയാമോ? അപ്പൊ ചവിട്ടി നിന്ന് കാണിച്ച കുഴച്ചിലെല്ലാം മണ്ണ് വിളിച്ചു പറയും, ഭിത്തി വിളിച്ചു പറയും, മുറി വിളിച്ചു പറയും. അപ്പൊ യവൻ രക്ഷപ്പെടും. നോക്കിക്കേ, അന്ത്യന്യായവിധിയാ. എല്ലാ ശബ്ദം സാക്ഷി പറയും.
സയൻസ് കണ്ടുപിടിച്ചു, ശബ്ദം എങ്ങും പോകുന്നില്ല, എവിടെയോ ചെന്ന് കിടക്കുക. ആ ശബ്ദം തിരിച്ച് കർത്താവ് റീപ്ലേ ചെയ്യും. സമയം സാക്ഷി പറയും. അവനവൻ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി മാറാത്ത സകല പാപങ്ങളോടെ കയറി വരും. എന്നാൽ എന്റെ നിങ്ങളുടെ പാപം കയറി വരത്തില്ല. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ ക്രിസ്തുവിന്റെ രക്തത്താൽ മാറ്റി. ആ ന്യായവിധിയിൽ വന്നിരിക്കുന്നവരെ മുഴുവൻ ഗന്ധം കത്തുന്ന പൊയ്കയിലെറിയും. 8-ാമത്തെ സംഭവം. 9-ാമത്തെ സംഭവം വെളിപ്പാട് 21. പുതിയ ആകാശം പുതിയ ഭൂമി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ഇത് യെശയ്യാവ് 65:17 വായിച്ച ദേവദാസൻ. യെശയ്യാവ് 65:17. ഞാൻ പുതിയ ആകാശവും മുമ്പിലത്തേത് ആരും ഓർക്കുന്നില്ല. ഉണ്ടോ? പഴയത് ഓർക്കത്ത് പോലും ഇല്ല. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. 9. 10-ാമത്തേതാണ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന മേലാൽ സംഭവിക്കാനുള്ള ഒടുവിലത്തെ സംഭവം, നമ്മുടെ നിത്യതയുടെ ആരംഭം. നിത്യതയല്ല, ബിഗിനിങ് ഓഫ് അവർ ഇറ്റർണിറ്റി. വെളിപ്പാട് 21:9. വെളിപ്പാട് 21:9. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ദൈവമക്കളെ, കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാന്ന് പറയും. ഞാൻ ചോദിച്ചോട്ടെ, മാത്യുമ്മ ഭാഷ പറയും, എല്ലാവരും റോഡിലോട്ട് വാ, ഒരു വധു വരുന്നു, വരുന്നു, ഒരു മണവാട്ടി വരുന്നു, കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാം അദ്ദേഹം റോഡിലോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലെ ഭാവന എന്തുവാ? ഒരു ആന വരുമെന്നാണോ? പിന്നെ പറ, ഒരു ഓട്ടോറിക്ഷ വരുമെന്നാണോ? കുഞ്ഞാടിൻ്റെ കാന്തയെ ഒരു മണവാട്ടി പെണ്ണ് വരുന്നുണ്ട്, എല്ലാ ദൈവമക്കളും റോഡിലോട്ട് അവളെ ഒന്ന് കാണാനെന്ന് മാത്യുമ്മ ഭാഷ പറയുന്നു. അപ്പം നമ്മൾ റോഡിലോട്ട് പോകുന്ന ഓട്ടോറിക്ഷ കാണാനാണോ? ഒരാനയെ കാണാനാണോ? പിന്നെ എന്തോ കാണാനാ? അണിഞ്ഞൊരുങ്ങിയ ഒരു പെൺകുട്ടി. നമ്മുടെ ഉള്ളിലൊരു ഭാവന പോലും വരും. അപ്പോൾ യോഹന്നാൻ ഓർത്ത് കുഞ്ഞോടിൻ്റെ കാന്തയെ കാണിച്ചു തരാം. ഇദ്ദേഹം നോക്ക, അടുത്തത് കേട്ടോണം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. അടുത്ത വാക്യം. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടും. പുതിയ യെരൂശലേം എന്ന പട്ടണത്തിൽ ആര് താമസിക്കുന്നെന്നാ? നമ്മുടെ എല്ലാ വീടിന്റെ ഗേറ്റിൽ നമ്മൾ പേര് പ്രിന്റ് ചെയ്യത്തില്ലേ? നമ്മുടെ വീട്ടുപേരോ നമ്മുടെ പേരോ ഇതുപോലെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? പഴയ നിയമ ഭക്തന്മാരെ കാണിക്കാൻ പഴയ നിയമ വിശുദ്ധന്മാരായ ഗോത്രപിതാക്കന്മാരുടെ 12 പേരുടെ പേർ. അടുത്ത വാക്യം. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും. മതിലിൽ 12 അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത് പുതിയ നിയമ വിശുദ്ധന്മാരായ എന്നെയും നിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ 12 പേർ. അപ്പോൾ ഈ പട്ടണവാസികൾ ആരാന്നറിയാമോ? പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ. ഇതാണ് അബ്രഹാം ദർശനത്തിൽ കണ്ടത്. ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണം. 1500 മൈലാണ് അതിൻ്റെ പൊക്കം. അതായത് ചെന്നൈ മുതൽ കാശ്മീർ വരെ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടാ. ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗുർജ് വിജയ 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ പൊക്കവാ. ചെന്നൈ മുതൽ കാശ്മീർ വരെ പൊക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയും വീതിയിൽ ഒരു വീട്ടിലോട്ടാണ് താമസിക്കാൻ പോകുന്നത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അവിടെ ചവിട്ടുന്നത് 12 രത്നത്താൽ. ഈ ഭൂമിയിലെ രക്തമല്ല, സ്വർഗീയ രക്തം. വായിക്കാം, വായിക്കാം, വായിച്ചാട്ടെ. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ. അളവാ ഞാൻ പറഞ്ഞത് 1500 മൈൽ. അടുത്ത വാക്യം. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം,
അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതായത് 1500 മൈൽ. അടുത്ത വാക്യം. അതിന്റെ നീളവും വീതിയും ഉയരവും ഈക്വൽ. നോക്കിക്കേ, 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഘനത്തിൽ ഒരു വലിയ കോംപ്ലക്സ് സ്വർഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ എഞ്ചിനീയർ ആരാന്നറിയാവോ? ദൈവം ശില്പി. അതിന്റെ പെയിന്റർ ആരാന്നറിയാവോ? പെയിന്റർ കുഞ്ഞപ്പനല്ല, കർത്താവായ യേശു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു പ്രിപ്പയർ എ മാൻഷൻ ഫോർ യു. എന്റെയും നിങ്ങളുടെയും ആത്മീയ പ്രവർത്തനങ്ങൾക്കും ആത്മീയ ജീവിതത്തിലും അനുസരണമായി സ്വർഗം അവിടെ അലങ്കരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇന്നത്തെ കാലത്ത് ഇവന്റുകാരെ വിളിച്ചാൽ അവർ ഇതിനകത്ത് സ്വർഗം പോരാ വെക്കും. ഇന്ന് ഞാനൊരു എൻഗേജ്മെന്റിൽ പങ്കെടുത്ത എൻ്റെ പൊന്നെ, ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയാമല്ല, പുതുപ്പള്ളിയില. എങ്ങനെയെല്ലാം ഫിറ്റ് ചെയ്തെന്നറിയാൻ മേല. അങ്ങനെ നശിച്ചു പോകുന്ന മനുഷ്യൻ നിന്നു പോകുന്ന കറണ്ട് കൊണ്ട് ഇത്ര ഒപ്പിക്കുകയാണെങ്കിൽ സാക്ഷാൽ ദൈവമായ പിതാവും പുത്രനായ ക്രിസ്തുവും എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്തുവാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും മനസ്സിൽ തോന്നിയിട്ടില്ല. വായിക്കാം, തുടർന്ന് വായിക്കാം. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. അടുത്ത വാക്യം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ബേസ്മെന്റ് അലങ്കരിച്ചിരിക്കുന്നത് സ്വർഗീയ രത്നം. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തത് നീലരത്നം, മൂന്നാമത്തത് മാണിക്യം, നാലാമത്തത് മരതകം, അഞ്ചാമത്തത് നഗവർണി. ഞാൻ നഖം നീട്ടി പെയിന്റ് അടിച്ചെന്നല്ല, ഓനിക്സ്. 3 വശത്ത് നിന്ന് പ്രകാശം. അടുത്തത് വായിച്ചേ. ആറാമത്തത് ചുവപ്പുകല്ല്, ഏഴാമത്തത് പീതരത്നം. കഴുത്തേലേയും കയ്യേലേയും വിട്ടതിന്റെ പ്രതിഫലം കണ്ടോ? ചവിട്ടാൻ പോകുന്ന സൂത്രം ഇതാ. ഇവിടെ കഴുത്തേലിടുന്ന 22 എന്നൊക്കെ പറയും. അത് പകുതി 22 നോടകമ്പരാന്നറിയാം. ഇവിടെ 22 കാരറ്റായി ഏറ്റവും കൂടിയത്. അവിടെ ചവിട്ടാൻ പോകുന്ന സൂത്രം അതാ. അതുകൊണ്ടാണ് നമുക്കിത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്, അറിയാവോ? അല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ ചവിട്ടാൻ പോകുന്ന അതാണെങ്കിൽ അതിൽ കുറഞ്ഞ കഴുതലിട്ടാ നാണം കേടാ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എട്ടാമത്തത് ഗോമേതകം, ഒമ്പതാമത്തത് പുഷ്യരാഗം. അങ്ങോട്ട് ചവിട്ടുമ്പോ പെർഫ്യൂം, ഒരു സ്പ്രേയും വേണ്ട. അടുത്ത വാക്യം. പത്താമത്തത് വൈഡൂര്യം, 11ാമത്തത് പത്മരാഗം, 12ാമത്തത് സുഗന്ധിരത്നം. സുഗന്ധിരത്നം. ഈ 12 രത്നങ്ങൾ അടിസ്ഥാനമാണെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ കുഞ്ഞാടതിന്റെ വിളക്ക്, പിതാവിന്റെ സാന്നിധ്യം അവിടെ, പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദി, തൃത്വം അവിടെ അവനെ കണ്ടുകൊണ്ട് രാപ്പകൽ ആരാധിക്കുമ്പോൾ വെളിപ്പാട് 22:4 അവന്റെ നാമം നമ്മുടെ നെറ്റിയിൽ, നമ്മുടെ നിത്യത എവിടെ ആരംഭിക്കും? തിരികെ സ്വർഗത്തിലേക്ക് ഇത് എപ്പോൾ എടുക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറം, ബിയോണ്ട് അവർ തോട്ട്സ്. 10 കാര്യം. 1, മേലിൽ സംഭവിക്കാനുള്ളത്. ദൈവമക്കൾ കാണാപാടെ പഠിച്ചിരിക്കണം, നമ്മൾ അറിവുള്ളവരായിരിക്കണം. 1, പ്രൈസ് ദി ലോർഡ്, റാപ്ചർ ഈ തലമുറയിൽ. 2, ഡെവിളിക് വേൾഡ്. 3, അർമഗദോൻ യുദ്ധം. 4, ഇസ്രായേലിന്റെ ദാസ്ഥാപനം. 5, പറ, 1 പുനരുദ്ധാനം. 6, 1000 ആണ്ട് വാഴ്ച. 7, മാഗ്ഗോഗ് യുദ്ധം. 8, വെള്ളസിംഹാസന ന്യായവിധി. 9, പുതിയ ആകാശം പുതിയ ഭൂമി. 10, പുതിയ യെരൂശലേം. ഈ 10 വേഗം എന്നിട്ട് ഒരാൾ പറയാമെങ്കിൽ 200 രൂപയുടെ പുസ്തകം ഫ്രീ. 1 മിനിറ്റ് ഞാൻ പറയണം. ആരുമില്ല, പുസ്തകം എടുത്തിരിക്കട്ടെ. അടുത്തത് നമുക്ക് വരാം. ഇനി നമുക്ക് നോക്കാം അന്ത്യകാല ലക്ഷണങ്ങളിൽ ചിലത് പറയാം. നമ്മൾ നിൽക്കുന്ന തലമുറ എത്ര ഭയങ്കരമാണെന്നറിയാവും. കർത്താവ് 21 അടയാളം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ പ്രസംഗങ്ങൾ കേൾക്കുന്ന ജാതിയോടും രാജ്യത്തോടും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്ര അച്ചട്ട ഇന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17:26. ലൂക്കോസിന്റെ സുവിശേഷം 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ദൈവമക്കളെ, നമ്മൾ ആ മലയാള ഭാഷയിൽ എത്ര കറക്റ്റ് നോക്കി. നമ്മൾ പറയത്തില്ലേ,
ചാക്കോച്ചന്റെ കാറ് പോലെ എനിക്കൊരു കാറ് വേണം, അന്നാമ്മയുടെ സാരി പോലെ എനിക്കൊരു സാരി വേണം, തോമാച്ചന്റെ ഷർട്ട് പോലെ എനിക്കൊരു ഷർട്ട്. കർത്താവ് പറയുക, നോഹയുടെ കാലത്തെ പോലെയുള്ളൊരു കാലം വരും, ഓർത്തോണം, അന്ന് ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. മനുഷ്യപുത്രന്റെ നാളെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്ന ദിവസം. കാലത്ത് എന്തോ അതേ ടിപ്പിക്കൽ സിസ്റ്റം ലോകം മുഴുവൻ. വായിക്കാം, എന്തായിരുന്നു നോഹയുടെ കാലത്തെ കുഴപ്പം. ഉൽപ്പത്തി 6:5, ജനസിസ് 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കേ, ഇത്രയും ദുഷ്ടതയുള്ളൊരു ലോകം ഇതിന് മുൻപുണ്ടായിട്ടുണ്ടോ? സകല വാർത്താമാധ്യമങ്ങളിലെയും വാർത്ത ദുഷ്ടതയുടേതല്ലേ? ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ മുഴുവൻ ദോഷമല്ലേ? ചതിവ്, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ്, മ്ലേച്ഛത ആണോ? ഭൂമിയിൽ മനുഷ്യന്റെ ചിന്തകളൊക്കെ ദോഷം. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, നശിപ്പിക്കുക, തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക ആണോ? ഈ യൂട്യൂബിൽ കൂടെ എത്ര പേരെയാ തേജോവധം ചെയ്യുന്നത്? എത്ര ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെയാ യൂട്യൂബിൽ കൂടെ തേജോവധം ചെയ്യുന്നത്? എന്തുവാ? പ്രസംഗത്തിന്റെ ഒരു മൂല എടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ കാണിക്കും. ദാ ദുഷ്ടത. ഇത്രയും ദുഷ്ടതയുള്ള കേരളത്തെ കാണരുത്, ലോകത്തെ മുഴുവൻ കാണണം. ആർക്കും ആരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു കാലം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ സന്ധ്യയ്ക്ക് ഒരു അപരിചിതം വന്നാൽ കയറ്റി കിടത്തുവോ? കിടത്താനൊക്കത്തില്ല. ഞാൻ കിടത്തത്തില്ല. ഇവൻ എന്നാ കോളും കൊണ്ടാ വരുന്നതെന്ന് അറിയത്തില്ല. തമിഴ്നാട്ടിൽ നിന്നൊരു ജോലിക്കാരിയെ ഒരാൾ എനിക്ക് കൊണ്ടു തന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് പോകണം. ഞാൻ എന്തിനാ പോകുന്നത്? ഇവിടെ എന്നാ ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാ അതിനോട് പറഞ്ഞ ബഹുമാനത്തിൽ പറഞ്ഞു, സാറേ എന്നാ എൻ്റെ മകന് സുഖമില്ല, അവന് കൂടുതലാണ്, ഫോണിൽ വന്നു മൊബൈലിൽ, അതുകൊണ്ട് പോകണം. പിന്നെ പോകാതിരിക്കാനൊക്കെ ഞാൻ ഒന്നും നോക്കാതെ 2 മാസത്തെ ശമ്പളവും കൊടുത്ത് ഒരാളിനെ കൂട്ടി വിട്ടു. ഒറ്റയ്ക്ക് വിടേണ്ട ഒരു സ്ത്രീയല്ലേ കൊണ്ടാക്കിയേക്കാം. ഇവളാ പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുക, എൻ്റെ 1 ലക്ഷം രൂപ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ ഞാൻ എടുത്തെന്ന്. കളി എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. 4 ദിവസം വീട്ടിൽ താമസിച്ച് 1 മാസത്തിന് വരെ 2 മാസത്തെ ശമ്പളവും കൊടുത്ത് ഒരാളെ കൂട്ടി അങ്ങോട്ട് വിട്ടത്. ഷെൽട്ടർ ആയിക്കോട്ടെ. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ ആ സാറിനെ വീട്ടിൽ താമസിക്കും, എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, അത് ആ പുള്ളി എടുത്ത് പിടിച്ചാണ്. ആ പോലീസ് ഇൻസ്പെക്ടർ എടുക്കാനായിട്ട് തിരിച്ചും മറിച്ച് 7 ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞു, നീ എവിടുന്ന് കിട്ടി നോട്ട്, എന്നാ 100ൻ്റെ എത്ര ഉണ്ട്, 500ൻ്റെ എത്ര ഉണ്ട് ചോദിച്ചപ്പം ഒടുവിൽ അവൾ പറഞ്ഞു, എനിക്ക് ആ പുള്ളി അമേരിക്കയ്ക്കൊക്കെ പോകുന്ന ആളാണ്, ഒത്തിരി കാശുള്ള ആളെന്ന് അറിഞ്ഞ ഒരു പാസ്റ്ററാ, വല്ലതും കിട്ടുന്നത് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. നടന്ന സംഭവം എൻ്റെ വീട്ടിൽ. ഇത്ര ദുഷ്ടതയുള്ള ഒരു തലമുറ എന്റെ കർത്താവ് പറഞ്ഞ ആ തലമുറ ലോകത്തിൽ വരുമ്പോൾ ബുദ്ധിയുള്ളവർ ഓർത്തോണം, ഇത് നോഹയുടെ കാലമാ എങ്കിൽ മനുഷ്യപുത്രന്റെ കാലം. കുടുംബങ്ങൾ തകരുന്നില്ലേ? വിവാഹ മോചനം എത്ര ഭയങ്കരമാ! വിവാഹ മോചനം എത്ര ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ആർക്കും ആരെയും ഭയമില്ല, നേതൃത്വത്തെ ഭയമില്ല, ഭരണകൂടത്തെ ഭയമില്ല, അപ്പന് മക്കളെ ഭയമില്ല, മക്കൾക്കും അപ്പനെ മക്കളെ ഭയമില്ല. ആണോ? ഉണ്ടോ? ഇല്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ പഴയ പോലെ പേടിയുണ്ടോ? സഹോദരന്മാരെന്നോട് പിണങ്ങരുത്. ഞാൻ മതി എൻ്റെ പ്രായം വെച്ച് ഞാൻ കണക്ക് അസസ് ചെയ്യും സിസ്റ്റം. ഒരു 80 വർഷം മുമ്പേ ഗ്രഹനാഥനായ ചാക്കോച്ചൻ ഗ്രഹനാഥയായ അന്നമ്മയോട് പറയും, അന്നമ്മേ വേഗം ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് പോവാ. അന്നമ്മ മിനിറ്റ് വെച്ച് കൊണ്ട് കൊടുക്കും. ഇന്ന് ചാക്കോച്ചൻ അങ്ങനെയല്ല പറയുന്നത്, അന്നമ്മേ ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരാമോ? കാരണം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ അന്നമ്മ ചാക്കോച്ചനോട് ചോദിക്കും, അതിനാ നിങ്ങൾ തിളപ്പിച്ച ചായ തിളക്കത്തില്ലേ? ശരിയാണോ? ശരിയാണോ ആൻറ്റി ഞാൻ പറഞ്ഞത്? അതാ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുത്. അടുത്തത് കേട്ടോണം. കർത്താവ് പറഞ്ഞ വായിച്ചേ, ലോകന്നാൻ ലൂക്കോസ് 17:26 മുതൽ വായിച്ചേ.
ലൂക്കോസ് 17:26 മുതൽ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. അടുത്തത്, നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത വാക്യം. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അടുത്ത വാക്യം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചു. നോക്കി, ഇത്ര കറക്റ്റ് പ്രവചനം കർത്താവ് ദൈവമായോണ്ട് കറക്റ്റ് ആയിട്ട് വന്നത്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. അവർ മതി. എന്താ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? സൊദോം ഗൊമോറ പട്ടണം എന്തുകൊണ്ട് തമ്പുരാൻ കത്തിച്ചു? ദൈവം നടത്തിയ ആക്ഷന സൊദോം ഗൊമോറ പട്ടണം കത്തിച്ച സൾഫർ സ്പ്രേ ചെയ്തു. അതാണ് ഇന്നത്തെ ചാവുകടൽ, ഡെഡ് സീ. അവിടെ പുരുഷന്മാർ തമ്മിൽ സ്ത്രീകൾ തമ്മിലും ലൈംഗിക ബന്ധം നിലർത്തി. സെയിം സെക്സ് ബന്ധം അന്നവിടെ നടത്തി. അതിൻ്റെ തെളിവ് ദൂതന്മാരെ കിട്ടി. ഞങ്ങൾക്ക് വേണമെന്ന് ദൂതന്മാരെ ഇങ്ങോട്ട് വിട്ടതാ, ഞങ്ങൾക്ക് അവരുമായിട്ട് സെക്സ് നടത്തണമെന്ന്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കേ, വ്യാപകമല്ലേ? വ്യാപകമാണോ? അവർക്ക് സംഘടനയുണ്ട്, അറിയാവോ? നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ നല്ലൊരു ഗ്രാമത്തിലായോണ്ട അവരുടെ സംഘടനയൊക്കെ വലിയ ഈ CIT ഒന്നും അവരുടെ 10-ലൊന്നും ഇല്ല. അവർ പുരുഷന്മാർ തമ്മിൽ ചാക്കോച്ചൻ കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്നതിൻ്റെ സംഘടനയുടെ പേരാ ഗേ. അന്നമ്മ കുഞ്ഞമ്മയെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരാ ലെസ്ബിയൻസ്. ഞാൻ ഒടിയിൽ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാം, മൊബൈൽ നിങ്ങളെ കൊണ്ട് തന്നെ കാണിക്കാം, തെളിവ്. നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിൽ നിയമപ്രകാരം ചെയ്യാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഞാൻ ദുഃഖത്തോടെ വിളിച്ചു പറയാം, കുഞ്ഞപ്പനെയും ചാക്കോച്ചനെയും അന്നമ്മയും കുഞ്ഞമ്മയും കൂടെ കല്യാണം കഴിപ്പിക്കുന്ന പുരോഹിതന്മാരുണ്ട്. ഈ അനുഭവമുള്ള പുരോഹിതന്മാരും ഉണ്ട്. ഏതാ? ഭാര്യ പുരുഷനായിരിക്കുന്ന, ഭാര്യ ഭർത്താവ് സ്ത്രീ ആയിരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. എൻ്റെ കർത്താവ് പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലിലുണ്ടാകുമ്പോൾ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഇതിനകത്തിട്ട് കുഴയ്ക്കാൻ എൻ്റെ തമ്പുരാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ തലമുറകളോടുള്ള നീതിയാണ്. ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ വരും. ഞാനൊരു തെളിവ് നിങ്ങളെ ഫോട്ടോഗ്രാഫ് കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ലോകത്തിൻ്റെ ക്ലോക്കിലേക്ക് വരാം. അന്ത്യകാല ലക്ഷണം നമ്മളെല്ലാം ക്ലോക്ക് നോക്കുക. ഇവിടെ ഞാൻ സമയം നോക്കുന്നത് 7:30. ലോകത്തിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് ഇസ്രായേൽ 7 പ്രത്യേകതയുള്ള ജനതയാണ്. കേട്ടോണം എന്തെല്ലാം ആ പ്രത്യേകത. ഒന്നാമത്തെ പ്രത്യേകത, ഇങ്ങനെയൊരു ജനതയുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനൊരു നല്ല പേരിട്ടിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എബ്രായ ലേഖനത്തിൽ ഒരു സോമന പേരുണ്ട് അബ്രഹാമിന്. ആർക്കും അറിയാൻ പറ്റില്ല. എന്തോ വിശ്വാസികളുടെ എനിബഡി ഇല്ല, അതൊന്നും അല്ല. എബ്രായ ലേഖനത്തിൽ ഒരു പേരുണ്ട്, ഒരു വട്ടപ്പേര്, നാടൻ ഭാഷ. വായിക്കുക, എബ്രായർ 11:12. മൃതപ്രായൻ. എന്തുവാ അതിൻ്റെ അർത്ഥം? ആ അർത്ഥം ദൈവമക്കൾ മനസ്സിലാക്കണം, എന്നാൽ ഇസ്രായേലിൻ്റെ പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ. അബ്രഹാം നെടുമ്പുറത്താ താമസിച്ചോ? നിങ്ങളങ്ങ് സങ്കല്പിച്ചു. 99 വയസ്സ്. അബ്രഹാം മരിച്ചു. നാളത്തെ മനോരമയിൽ എങ്ങനെ വരുന്ന വാർത്ത? നെടുമ്പുറം ഇറാഖുകാരനായി നെടുമ്പുറത്ത് താമസിക്കുന്ന അബ്രഹാം നിര്യാതനായി, അല്ലേ? പിന്നെ ഇന്നത്തെ സിസ്റ്റത്തിൽ എഴുതും ശവസംസ്കാരം പിന്നീട്. ആണോ? അത് വായിച്ച ആരെങ്കിലും അയ്യോ മരിച്ചോന്ന് ചോദിക്കുമോ? ഇല്ല, അത് പ്രതീക്ഷിച്ച മരണമാണ്. അത് വായിച്ചോ ചോദിക്കുക എപ്പോഴാണ് അടക്കം? പോയി ഒരു വംശം കഴിച്ചു പോകാം. അതാണ് എക്സ്പെക്റ്റഡ് ഡെത്ത്. ഏത് സമയത്തും മരണം പ്രതീക്ഷിച്ച ആളെന്നാണ് ഈ ജനത്തെ അതിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാക്കി. 1. 2, ആവർത്തനം 7:6 കാണാം, ഞാൻ നിങ്ങളെ ലോകത്തിലെ സകല ജാതികളിൽ നിന്നും തെരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ 7 പ്രത്യേകത കേട്ടോണം. 3, ഇങ്ങനെ ഒരു പേരിട്ടത് യഹോവയായി ദൈവമാണ്, അല്ല വേറെ ആരുമല്ല. ഉൽപ്പത്തി 32:28 കാണാം, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചതിനാൽ നീ യാക്കോബല്ല
ഇസ്രായേൽ. 3. 4. ഇതുപോലെ ചട്ടങ്ങളും കൽപ്പനകളും വേറെ ആർക്കും തമ്പുരാന്റെ വിരലിൽ എഴുതി കൊടുത്തിട്ടില്ല. 5. ഇവരെവിടെ താമസിക്കണമെന്ന് അതിർത്തി നിശ്ചയിച്ചത് ദൈവമാണ്. ഉൽപ്പത്തി 15:18 ഈ ഇന്നത്തെ ഇസ്രായേൽ നാട് അവരുടേതല്ല. പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീയരുടേതാണ്. കനാൻ എന്ന് പറഞ്ഞാൽ കനാന്യരുടേതാണ്. അവരെ മാറ്റിക്കൊടുത്ത വാഗ്ദത്ത നാടാണ്. അതിനാ പറയുന്ന പ്രോമിസ് ലാൻഡ്. പ്രത്യേകത കണ്ടോ? ഒന്നിങ്ങനൊരു ജനം ഉണ്ടാകാൻ സാധ്യതയില്ല. 2 പേരിട്ടു. 3 നിങ്ങൾ കേട്ടില്ലേ ഞാൻ പറഞ്ഞു ഒന്നും? ഇവർക്ക് പേരിട്ടതാരാ? ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ചട്ടങ്ങളും കൽപ്പനകളും എഴുതി കൊടുത്തു. 4 അതിർത്തി നിശ്ചയിച്ചു കൊടുത്തു. 5 ക്രൈസ്തവ സഭയോട് പോലും ദൈവം പറഞ്ഞില്ല എനിക്കൊരാലയം ഉണ്ടാക്കാൻ. നമ്മളെല്ലാം ആലയമാ പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഇവർക്ക് മാത്രമേ ഒരു ആലയം പണിയാൻ അനുവാദമുള്ളൂ. 6 ഇത്രയും ബുദ്ധിയുള്ള ഒരു ജനത ലോകത്തിലില്ല. 7 റോമർ 9:5 രക്ഷകനായ മശിഹ വന്നത് യഹൂദന്മാരിൽ നിന്നും. ഈ 7 പ്രത്യേകതയുള്ള ഇസ്രായേലിനെ നോക്കി കർത്താവ് ഒരു കാര്യം പറഞ്ഞു. കർത്താവ് എപ്പോൾ വരുമെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24:32. ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പ്രത്യേകമായി പറയുന്നത് ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇത് പറയാനുള്ള കാരണം മത്തായിയുടെ സുവിശേഷം 24 വായിച്ചു 1 മുതൽ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. 46 വർഷം കൊണ്ട് ഹെരോദാവിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച സുന്ദരമായ ദേവാലയമാ. കേട്ടോണം, ഒരു കല്ല് 1000 ടണ്ണ. ഒരു കല്ലിന്റെ തൂക്കം ഇപ്പൊ കണ്ടുപിടിച്ച കല്ല് അവിടെ ഉണ്ട്. 1000 ടൺ ഒരു കല്ല്. അത്ര ഗംഭീരമായ ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ പണികളെല്ലാം കർത്താവിനെ കാണിക്കുക ശിഷ്യന്മാർ വിചാരിച്ചത് കർത്താവ് വെരി ഗുഡ് എന്ന് പറയുന്ന. എനിക്കിവിടെ വന്നപ്പോൾ ഈ ഹോള് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം അതിമനോഹരമായ ഒരു ഹോള് ദൈവദാസൻ നിർമ്മിച്ചു. മുൻപുണ്ടായിരുന്ന ഹോള് ഇതായിട്ട് നോക്കിയപ്പം ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച്, കർത്താവ് ഇത്ര മനോഹരമായ ഒരു ഹോള് ഈ ഗ്രാമത്തിൽ കിട്ടിയല്ലോ. ആത്മാർത്ഥമായിട്ട് പറയുക, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ ദേവാലയം ഇത്ര മനോഹരമാണ്. ഇതിന്റെ പണിയെല്ലാം കാണിച്ചപ്പോൾ കർത്താവ് ഗുഡ് എന്നല്ല പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട്. ഇടിഞ്ഞു പോകാതെ, ആ വാക്ക് ശ്രദ്ധിക്കണം. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കത്തില്ല. ശിഷ്യന്മാർക്ക് അത് കേട്ടിട്ട് ഭയങ്കര വെപ്രാളമായി. കാരണം യഹൂദനെ സംബന്ധിച്ചോളം അവന്റെ കുടുംബത്തെക്കാൾ വലുത് അവന്റെ ദേവാലയം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്ന. അപ്പൊ അവരോർത്തത് ലോകാവസാനമാണെന്നാ. അതിന്റെ തലേ ദിവസം കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് തിരിച്ചു വരുമെന്ന്. അപ്പൊ അതുകൊണ്ടാ 3-ാം വാക്യം വായിച്ചു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പൊ അവരോർത്തത് ഇത് ഇടിഞ്ഞു പോകുന്നത് കർത്താവ് പറഞ്ഞ് ഞാൻ വരുമെന്ന്. അപ്പോഴത്തെ ലോകാവസാനമാണെന്നാ. കർത്താവ് ഇവർക്ക് 3 കാര്യം പറഞ്ഞു. എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ എപ്പോൾ വരും. 2 ഈ ദേവാലയം എപ്പോൾ ഇടിഞ്ഞു പോകും. 3 ലോകത്തെ ഭരിക്കാൻ ഞാൻ എപ്പോൾ വരും. അത് 3 ആ ഭാഗത്തുണ്ട്. അതിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ഉപമയാണ് വായിച്ചത്. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. ഇത് പറയുമ്പോഴേ യഹൂദന്മാർക്ക് പിടികിട്ടും. കാരണം വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ കാണാം, യഹൂദനെ 3 മരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് അത്തി, പൊളിറ്റിക്കലി അത്തിവൃക്ഷത്തിൽ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഓശയ്യ 9:10.
ആത്മീയമായി മുന്തിരി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. സൗന്ദര്യത്തിലും പണത്തിലും ഒലിവേ, നിന്റെ രൂപഭംഗി ഒലിവ് മരത്തിന്റെ രൂപഭംഗി പോലെ ഇരിക്കുമോ? ഹോശയ്യ 14:16 അല്ല 128 സങ്കീർത്തനം. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഒന്ന് രാഷ്ട്രീയം, ഒന്ന് ആത്മീയം, ഒന്ന് സാമ്പത്തികം. ഇതിൽ കർത്താവ് രാഷ്ട്രീയം പറഞ്ഞു, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിച്ചോണം. എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപ് അത് തളിർക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ നമുക്ക് വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. കാരണം ശിഷ്യന്മാരെല്ലാം ആ നൂറ്റാണ്ടിൽ മരിച്ചു. പിന്നെ ഇത് കർത്താവ് ശിഷ്യന്മാരിൽ കൂടി നമ്മളോടാ. അത്തിയെ നോക്കി നിങ്ങളും ഞാനും ഒരു ഉപമ പഠിച്ചോണം, അത് തളിർത്താൽ എൻ്റെ കർത്താവ് വരും. എപ്പോൾ വരും എന്ന് പുറകെ പറയാം. കർത്താവ് ഇത് പ്രസംഗിക്കുന്നത് AD 30 അതിന് 630 വർഷം അവരുടെ രാജ്യം പോയി. നമുക്കതറിയാം. അവരുടെ അഭക്തി, യെരമ്യാവെല്ലാം പ്രവചിച്ചതാണ്. അത് കേൾക്കാതെ അഭക്തിയിൽ വന്നു. നെബൂഖദ്നേസർ രാജാവ് എല്ലാത്തിനും അടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ദേവാലയമൊക്കെ പണിതെങ്കിലും അവർക്ക് രാജ്യമില്ല. അവരെ പിന്നീട് ഭരിച്ചത് മേദ്യരും പാർസ്യരും ഭരിച്ചു, ഗ്രീക്കുകാർ ഭരിച്ചു, പിന്നെ അസീറിയൻസ് ഭരിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് റോമൻ ഗവൺമെൻറ്റിൻ്റെ അധിനിവേശ സ്ഥലമാണ്. റോമ ഗവൺമെൻറ്റിന് ഏറ്റവും അധികം പണം കിട്ടുന്ന സ്ഥലമാണ് യഹൂദൻ്റെ കയ്യിൽ നിന്നും. അവനെ പിഴിയും. ടാക്സ് യഹൂദന്മാർ പൈസ ഉള്ളവരാ. റോമൻ ഗവൺമെൻറ്റിന് ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്. യുദ്ധങ്ങൾ നിമിത്തം അത് പരിഹരിക്കാൻ കണ്ട സോഴ്സാണ് യഹൂദൻ. അതാണ് ഈ മത്തായിയൊക്കെ കരം പിരിക്കുന്നു, ചുങ്കക്കാരെന്ന് പറഞ്ഞ് ഡബിൾ കരം പിരിക്കും. അതുകൊണ്ടാണ് അവരെ പാപികളായിട്ട് കാണുന്നത്. അങ്ങനെ കർത്താവിൻ്റെ കാലത്ത് ഇങ്ങനൊരു യഹൂദന് രാഷ്ട്രമില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപേ അത്തി തളർക്കും. ആഴ്ചയിലാണ് മറ്റൊരു സംഭവം നടന്നത്. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. പീലാത്തോസ് എന്ന് പറയുന്ന റോമൻ ഗവർണറുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കുന്നു. ഒരല്പം ബൈബിളിൽ നിന്നും വിട്ടൊരു ചരിത്രം കൂടെ ഞാൻ പറയുക, നിങ്ങൾ നമ്മുടെ അറിവിലേക്ക് മാത്രം. ബൈബിളിനകത്ത് നിന്നല്ല, ചരിത്രത്തിൽ നിന്നാ. അതിൻ്റെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ റോബ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിച്ചാൽ അറിയാം. ഈ പീലാത്തോസിനെ ഗവർണറായിട്ട് ജൂലിയസ് സീസർ അയക്കാൻ കാരണം യഹൂദൻ എപ്പോഴും ഇങ്ങനെ വിഘടന ചിന്തയുള്ളതാ, തീവ്രവാദ ചിന്ത. റോമൻ ഭരണത്തിൽ നിന്ന് വെളിയിൽ ചാടണമെന്ന്. അതിനവർ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കും. അവരുടെ കൂട്ടത്തിൽ ഒത്തിരി തീവ്രവാദികളുണ്ട്. അതിലൊരുത്തനായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യനിൽ ഒരുത്തൻ. അവൻ്റെ പേരെന്നാ? എരിവുകാരനായ എന്ന് പറഞ്ഞാൽ വത്തലമുളക് കൂട്ടി സംബന്ധി കൂട്ടുമെന്നല്ല, അവൻ തീവ്രവാദിയായിരുന്നു. സീലറ്റ് എന്ന ഇംഗ്ലീഷ്. അവനൊരു ഈ പണിയൊന്നും വേണ്ട, നമുക്ക് പിടിച്ചെടുക്കണം രാജ്യം എന്ന് പറയുന്ന ഒരു അതായി മലയാളത്തിൽ അന്നത്തെ ഭാഷയിൽ എഴുതിയ എരിവാന്ന്. ഞാൻ ഒരിടത്തെ ചോദിച്ചപ്പോൾ ഒരു അമ്മാമ്മ പറഞ്ഞ് മുളക് കൂട്ടുന്നതാണ്. മുളകൊന്നും കൂട്ടുന്നതല്ല, ആ തീഷ്ണതയുള്ളവനാണ്. ഇവരെ നിരീക്ഷിക്കാനാണ് പീലാത്തോസിനെ വെച്ചിരുന്നത്. പീലാത്തോസ് കർത്താവായ യേശുവിൻ്റെ പ്രസംഗം ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വർഷം വിപ്ലവം ഉണ്ടാകുമെന്ന് അവർക്ക് അറിവ് കിട്ടി. ചരിത്രമാണ് ഞാൻ പറയുന്നത്. അല്പസമയം കൂടെ അറിഞ്ഞിരിക്കണമെന്ന്. അതുകൊണ്ട് ആ വർഷത്തെ യഹൂദന്മാർ ബഹളം ഉണ്ടാക്കുന്ന പെസഹായിക്കാം. ലോകത്തിലുള്ള യഹൂദന്മാരെല്ലാം വരും, അന്നേരം ബഹളം ഉണ്ടാക്കും. ആ വർഷത്തെ പെസഹായിക്ക് ക്രമസമാധാനം പാലിക്കാൻ റോമിൻ്റെ ഏറ്റവും ശക്തമുള്ള സൈന്യമാണ് നിനവയിലെ സൈന്യം. നിനവ ഫോർട്ടിലെ സൈന്യം. അവിടുത്തെ മിലിറ്ററിയെയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ യുവാവായ ക്യാപ്റ്റൻ മാൾസലസ് ആയിരുന്നു. ആ മാൾസലസിനാണ് കർത്താവിനെ ക്രൂശിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തു വിട്ടത്, വേറെ പട്ടാളക്കാരുടെ കൂടെ. അപ്പൊ പീലാത്തോസ് കർത്താവിൻ്റെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞത്, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. താഴെ നിന്ന ജനം വിളിച്ചു പറഞ്ഞ അവൻ കുറ്റക്കാരനാണ്. ഒടുവിൽ അദ്ദേഹം റോമൻ കൾച്ചർ അനുസരിച്ച് ഒരു കുറ്റവാളിക്ക് എനിക്ക് കുറ്റം വരരുതെന്നുള്ള സിമ്പലാണ്. അപ്പോൾ ഓർക്കണം, പീലാത്തോസ് താമസിക്കുന്ന അപ്സ്റ്റേഴ്സിൽ ആ ഗോവണിപ്പടി റോമാക്കാർക്കല്ലാതെ വേറെ ആർക്കും കയറാനൊക്കത്തില്ല.
ഈ മഹാപുരോഹിതന്മാരും എല്ലാ പുള്ളികളും കർത്താവുമായിട്ട് താഴെയാണ് നിൽക്കുന്നത്. അവിടെ മേളിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത കയ്യിൽ പീലാത്തോസ് കൈ കഴുകിച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന മതഭ്രാന്തന്മാരെന്തുവാ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞപ്പോ താഴെ നിന്ന എന്തുവാ പറഞ്ഞ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും. ദൈവമക്കളെ, ശാപമേറ്റുവാങ്ങിയ ജനതതി യഹൂദൻ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ ശാപമേറ്റുവാങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. ശാപമേറ്റാൽ ഇവിടെ ശിക്ഷ കിട്ടും. ആരുടെ ശാപം നമ്മളെ കേൾക്കരുത്. ആത്മീയ ലോകത്തില്ല. നിങ്ങളെ നടത്തുന്നവർ മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ദുഃഖിക്കരുതേ. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരുടെ ഉള്ളം നിങ്ങളെ നൊന്താൽ അത് നിങ്ങളറിയാതെ കേഴ്സായിട്ട് വരും. അത് ഓർത്തോണം. നമ്മളെ നടത്തുന്ന ദൈവദാസന്മാർ നമ്മൾ നിമിത്തം മനസ്സവരുടെ ഉള്ളു നൊന്താൽ, ദൈവദാസന്മാരെ കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ആവശ്യമില്ലാത്ത അപവാദമോ കുറ്റാരോപണമോ നടത്തി അവരുടെ മനസ്സ് നൊന്താൽ അത് കേഴ്സായിട്ട് വരും. ശാപമേറ്റ ജനം കേൾക്കണമോ? ലോകം മുഴുവൻ ചെതറി 40 വർഷം കൊണ്ട് ഒറ്റ ഫാമിലി ഇല്ലെന്നായി. കുപ്പിപ്പാത്രം പൊട്ടി തകർന്നത് പോലെ തകർന്നു. പക്ഷെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടു വരാതെ ഓർത്തോണം മറുവശം. അതുകൊണ്ട് അതി തളർക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. എല്ലാം നശിപ്പിച്ചേനെ. നശിപ്പിക്കാനാണ് പണ്ട് മരുഭൂമിയിലിട്ട് കളഞ്ഞാൽ പോരെ. ലോകം മുഴുവൻ ചെതറി. ചരിത്രം പഠിച്ചാൽ കാണാം, ഏറ്റവും സംസ്കാരമുള്ള രാജ്യമാവും യൂറോപ്പ്. ഇവർ ലോകം മുഴുവൻ ചെതറി. നമ്മുടെ കേരളത്തിലും വന്നു. കേരളത്തിൽ എവിടെ വന്നേ? കൊച്ചി. വേറൊരു സ്ഥലത്ത് വന്നു, തൃശ്ശൂരിനടുത്ത് മാള എന്ന് പറയുന്ന വാക്ക് എബ്രായ വാക്കാ. അറിയാമോ? അതിൻ്റെ ഗ്രാമാറ്റിക്കൽ മീനിങ് അഭയസ്ഥാനം. അതാ മലയാളി മാളവാക്കിയത്, എലി കയറുന്നത്. അവരഭയം തേടിയ സ്ഥലമായത് കൊച്ചി. ലോകം മുഴുവൻ ചെതറി. ഇത് അടുത്തത് കേട്ടോണം. യൂറോപ്പിൽ പരിഷ്കാരം എന്നുള്ള ലോകത്തിൽ യഹൂദനെ കുറിച്ച് പറയുന്ന വാണ്ടറിങ് ജൂ, അലയുന്ന യഹൂദൻ, ശപിക്കപ്പെട്ട ജനം. കേട്ടോണം. ചരിത്രം പറയുന്നത് 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്പിൽ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ താമസിക്കുകയോ അഥവാ വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് ഗർഭമുണ്ടാകാതിരിക്കുകയോ ചെയ്താൽ ഡോക്ടറെ അല്ല അവർ അന്വേഷിക്കുന്നത്. ഇവിടെ യഹൂദനുണ്ട്, അവനിട്ട് 2 അടി കൊടുത്താൽ മതി, സംഗതി ശരിയാവും. അന്നത്തെ ഏറ്റവും മാരകമായ രോഗമാണ് കോളറ. ആ കോളറ വന്നാലും ഒരു മരുന്നും കഴിക്കേണ്ട, യഹൂദനിട്ട് 2 അടി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഓർത്തോണം, ജനങ്ങളിൽ നിന്നും അവർക്ക് എന്തുമാത്രം ഹേമം വന്നെന്ന്. ശാപം. ഹിറ്റ്ലർ തന്നെ കൊന്നത് ലക്ഷങ്ങളെ, ഐക്യമാൻ കൊന്നത് 60 ലക്ഷത്തെയാ. തകർത്തു. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കാന്തയെ ചേർക്കാൻ ഞാൻ വരുന്നതിന് മുൻപേ ഇത് തളിർക്കും. 1897 കർത്താവിൻ്റെ വരവിൻ്റെ 1 നൂറ്റാണ്ട് 2ാം വരവ് വരാൻ പോവുക. സ്വർഗം ക്രമീകരിച്ചു വേറെ വിധത്തിൽ. യൂറോപ്പിലെ ഫ്രാൻസിൽ ഒരു സൈനിക ഡെമോൺസ്ട്രേഷൻ നടത്തി. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 20 രാജ്യങ്ങളിലെ പട്ടാളം അവിടെ കയറി ഒരു സൗഹൃദ ഡെമോൺസ്ട്രേഷൻ, യുദ്ധപ്രകടനം, അഭ്യാസം, സൗഹൃദം. ഫ്രാൻസിലെ പാരീസിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പത്രക്കാർ ചെന്നു. അതിലൊരു പത്രക്കാരൻ മോർണിംഗ് വാക്കിന് രാവിലെ നടക്കാനിറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടതേ, ഒരു മിലിറ്ററി ക്യാപ്റ്റന് ഫുൾ യൂണിഫോം ഉണ്ട്, അയാളെ റോഡിൽ പച്ചക്കിട്ട് തല്ലുന്നു. ഈ പത്രപ്രതിനിധി ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആതിഥേയ രാജ്യം, ഇതേതോ ഒരു രാജ്യത്തിലെ സ്റ്റാറുള്ള ഓഫീസർ, ഇത് സൈനിക പരേഡിന് വന്നതാ. ഈ സൈനിക പരേഡും അലോകലമാകും. ഈ രാജ്യം, ഏത് രാജ്യവും അവരെങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കും? നിങ്ങൾ എന്തുവായി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവരടിക്കുന്നവർ സിമ്പിളായിട്ട് പറഞ്ഞു കേൾക്കണോ? ഒന്നും വരത്തില്ല സാറേ, ഇവൻ യഹൂദന, ഇവനോട്ട് 2 അടി കൊടുത്താൽ നല്ലതാണ്. പണ്ട് പെന്തിക്കോസ്തുകാരനെ ചീത്ത വിളിച്ചാൽ നല്ലതാന്ന് പറഞ്ഞ കാലം പോലെ. ഇത് കേട്ട പത്രക്കാരൻ്റെ രക്തം തിളച്ചു. കാരണം അവനൊരു യഹൂദനായിരുന്നു. അവൻ്റെ പേരാണ് തിയോഡർ ഹെർസൻ.
അവൻ തിരിച്ച് ഹോട്ടൽ റൂമിൽ ചെന്നിച്ച് പേനയുടെ ക്യാപ്പിട്ട് വെച്ച് പറഞ്ഞു, അവനെ നോക്കിക്കോണം, എൻ്റെ പത്രപരിപാടി ഞാൻ നിർത്തിയിരിക്കുന്നു, എനിക്ക് എൻ്റെ ജനത്തെ ഉദ്ധരിക്കണം. ആ വ്യക്തി 16 പേജുള്ള ഒരു പുസ്തകം എഴുതി. സംഭവം 1897. അതിൻ്റെ പേരാണ് ജൂയിഷ് സ്റ്റേറ്റ്. അബ്രഹാമിനെ ഇറാഖിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് മുതൽ അവർക്ക് രാജ്യം കിട്ടിയ മുഴുവൻ ചരിത്രങ്ങളും എഴുതി, ഒരു അന്യപ്പെട്ടത് എഴുതി. നമ്മുടെ പിതാക്കന്മാർ വിഗ്രഹസേവയ്ക്കും അന്യദൈവങ്ങളുടെയും പുറകെയും അന്യമതത്തിൻ്റെയും പുറകെ പോയതിൻ്റെ ശിക്ഷയാണ് നമുക്ക് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വെറും 16 പേജുള്ളൊരു പുസ്തകം എഴുതി. ദൈവമക്കളെ, ഇന്നും എല്ലാവർക്കും ഒരു അതിശയം കേൾക്കണമോ? അന്ന് കപ്പലില്ല, പാക്കപ്പലേ ഉള്ളൂ, പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഫ്ലൈറ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇന്റർസ്റ്റേറ്റ് ട്രെയിൻ പോലും ഇല്ല. 2 വർഷം കൊണ്ട് ലോകത്തിൽ എവിടെല്ലാം യഹൂദനുണ്ടോ അവിടെ ഈ പുസ്തകം യഹൂദന്മാരുടെ മുഴുവൻ കയ്യിൽ ചെന്നു. എങ്ങനെ ചെന്നുവെന്ന് ഇന്നും ആർക്കും അറിയാമല്ല, ഒരു മർമ്മമാ. ഞാൻ വിശ്വസിക്കുന്നു, ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ച ദൈവം സകല യഹൂദന്റെ കയ്യിൽ ഇത് കൊടുത്തു. ഈ വായിച്ച യഹൂദന്മാർക്ക് ഒരു വലിയ ഉന്മേഷം ഉണ്ടായി. അവർ 1897 കഴിഞ്ഞ് 2-ാം വർഷം സ്വിറ്റ്സർലൻഡിൽ കൂടിയാണ് സയോനിസ്റ്റ് ഉണ്ടായത്. അത്തി തളർക്കാൻ പോവുക, അത്തി തളർക്കാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. അന്ന് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ് ഈ ഇവരുടെ പലസ്തീൻ. അവരൊരു ഡെപ്യൂട്ടേഷൻ അയക്കാൻ തീരുമാനിച്ചു ടർക്കിയിലെ സുൽത്താൻ്റെ അരികിൽ. യഹൂദന്മാരാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോലും സുൽത്താൻ അനുവദിച്ചില്ല. ഒടുവില്ല ആരുടെയോ എല്ലാം കയ്യോ കാലോ പിടിച്ച് സുൽത്താനെ മുഖം കാണിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്ന ഡിമാൻഡുമായിട്ടൊന്നുമല്ല സുൽത്താൻ തിരുമേനി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യമാ പലസ്തീൻ, അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുഴപ്പം കൊണ്ട് തട്ടിപ്പോയതാ. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായപ്രമാണം വായിക്കാനും ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്തിരുന്ന് കരയാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണ്ട, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ യെറുസലേമും വേണ്ട, ഞങ്ങളുടെ യെറുസലേമിൽ ഞങ്ങൾക്ക് തലയടിച്ചിരുന്നൊന്ന് കരയാൻ ഒരു അല്പസ്ഥലം മതി. എത്ര ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യമാ വേണ്ട, പട്ടണവും വേണ്ട, പക്ഷെ ആ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഒരല്പസ്ഥലം, ഒരു സിനഗോഗ് പണിയാൻ, ഞങ്ങൾക്ക് തലയടിച്ച പ്രാർത്ഥിക്കണം, കരയണം. സുൽത്താൻ പറഞ്ഞ കേൾക്കണോ? ഒറ്റ കണ്ടീഷൻ. അവർക്ക് സന്തോഷം, ഇവർ പണക്കാരാ, അപ്പൊ പൈസ ചോദിക്കുന്ന ഓർത്തത്. എന്ന് പറഞ്ഞു. സുൽത്താൻ പറഞ്ഞ കേട്ടോണം, നീലനദിയിലെ വെള്ളം ഒഴുകി യെരുസലേമിൽ കയറുമ്പോൾ തരാം. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നീലനദി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് ഒഴുകി വരുന്ന നദി, അത് മെഡിറ്ററേനിയൻ കടലിൽ കയറും, വീഴും. യെരുസലേം എന്ന് പറഞ്ഞാൽ അവിടുന്ന് 3200 അടി പൊക്കവാ. മനസ്സിലായോ? അത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അറേബ്യൻ കടലിലെ വെള്ളം ഒഴുകി കോഴഞ്ചേരി കുരങ്ങമല കയറുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടാൻ ഒരുത്തം പറഞ്ഞാൽ നടക്കുവോ? കളിയാക്കിയതാ. 3200 അടി പൊക്കത്തിൽ വെള്ളം കയറണം, കളിയാക്കി വിട്ടു. പക്ഷെ തമ്പുരാൻ കുറിച്ചു വെച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകം മാലാഖിയിൽ പറയുന്നത്, ദൈവമക്കൾക്കെതിരായി ആരെല്ലാം എന്തെല്ലാം തീട്ടൂരങ്ങൾ എഴുതുന്നോ അത് മുഴുവൻ ദൈവദാസന്മാർക്ക് എഴുതയായി എഴുതുന്ന തീട്ടൂരങ്ങൾ സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യും. 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ടർക്കി ബ്രിട്ടന്റെ സഖ്യകക്ഷി ഈ പറഞ്ഞ സുൽത്താൻ, ജർമ്മനിയുമായിട്ടാ യുദ്ധം. ബ്രിട്ടന്റെ കുറുക്ക് വഴി കേൾക്കണോ? യുദ്ധം വേഗത്തിൽ ജയിക്കാൻ വെടിയായുധങ്ങൾ മുഴുവൻ ടർക്കി കൊണ്ടുവച്ചു. എന്നിട്ട് ബ്രിട്ടീഷ് മിലിറ്ററിയെ കപ്പലെ കയറ്റി വിട്ടു യൂറോപ്പിലോട്ട് അടിച്ചോളാൻ. സാധനം ഇവിടുന്ന് എടുത്ത് അടിച്ചോളാൻ എളുപ്പമുണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പം, വേഗം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് അടിക്കാം. ബുദ്ധിമാനായ ജർമ്മൻ അത് മനസ്സിലാക്കി. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? ടർക്കിയെ സ്വാധീനിച്ച് അവൻ മറുകണ്ഠം ചാടി. ചിലരുണ്ട് ഈ ആഴ്ച IPC, അടുത്ത ആഴ്ച TPM, അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ഇങ്ങനെ മറുകണ്ഠം ചാടുന്നത് ഞങ്ങളുടെ കോട്ടത്തുണ്ട്, ഇവിടെങ്ങുമില്ല. ടർക്കി മറുകണ്ഠം ചാടി, സംഗതി കുഴഞ്ഞു. ബ്രിട്ടീഷ് പട്ടാളമുണ്ട് യൂറോപ്പിൽ, വെടിവെക്കാൻ സാധനമില്ല, സംഗതി പോവുക, യുദ്ധം വരെ. അപ്പോൾ അടുത്ത ജർമ്മൻ ചെയ്ത പരിപാടി കേട്ടോണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് കഥ പോലെ കേൾക്കണം, സംഭവമാണ്. ബ്രിട്ടനിലിരിക്കുന്ന ജോർജ് 5-ാമൻ ചക്രവർത്തി തൻ്റെ വെടിയായുധങ്ങൾ കടലിൽ കൂടി കൊണ്ടുപോയാൽ കടലിലെ മുക്കാൻ ബ്രിട്ടന്റെ കപ്പൽ ഇംഗ്ലീഷ് ചാനലിന്റെ ചുറ്റും വട്ടമിട്ടു.
ഒറ്റ കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും പോകാൻ പാടില്ല, വെടിവായുധവുമായി ഒട്ട വിട്ടു. ചക്രവർത്തി പരാജയപ്പെടാൻ പോവുക, യുദ്ധം പരാജയപ്പെടാൻ പോവുക. അവിടുന്ന് മിലിറ്ററി വിളിച്ചു പറയുന്ന ആയുധം. അവിടുത്തെ മാഞ്ചസ്റ്ററിലെ ലാബറട്ടറി ഡയറക്ടറെ വിളിച്ച് ചക്രവർത്തി പറഞ്ഞു, നീ ഞാനും എല്ലാം തീരും. അദ്ദേഹത്തിന്റെ പേര് വൈസ് ചേസ്മാൻ. നിനക്ക് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യും. അദ്ദേഹം ഒരു സയന്റിസ്റ്റാ. അദ്ദേഹം പരീക്ഷണം നടത്തിയപ്പോൾ നൈട്രോജനിൽ നിന്നും ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി പരീക്ഷിച്ച ബെസ്റ്റ് സാധനം, അടിപൊളി നാടൻ ഭാഷയിൽ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തിക്കും? ആ മനപ്രയാസം പുള്ളിക്ക്. പക്ഷെ അദ്ദേഹം ആരാന്നറിയാവോ? ഒരു യഹൂദനാ. അദ്ദേഹം ആ ഭാരത്തോടെ രാത്രിയിൽ എടുത്ത് സിനിമാവാസിയല്ല തുറന്നത്. എനിക്ക് നിങ്ങൾക്ക് മനപ്രയാസമുണ്ട്, തിരുവചനം എടുക്കണം. അവരുടെ പഴയ നിയമവും സങ്കീർത്തനവും ഒക്കെയാണ് ഉള്ളത്. അദ്ദേഹം ആ വേലോടെ തിരുവചനം എടുത്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിലെ 22-ാം വാക്യമാ. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഗ്രഹം നീ കണ്ടിട്ടുണ്ടോ? അവയെ ഞാൻ പോരും പടയുമുള്ള കഷ്ടകാലത്തേക്ക് സംഗ്രഹിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിലെ സയൻസ് എഴുന്നേറ്റു. ബ്രിട്ടൻ പോരും പടയുമുള്ള കഷ്ടകാലം, ഹിമത്തിന്റെ ഭണ്ഡാരം, ശാസ്ത്രം എഴുന്നേറ്റു. അദ്ദേഹം രാത്രി ലാബറട്ടറി തുറന്നു, മഞ്ഞുകട്ടയുണ്ടാക്കി, താൻ സൃഷ്ടിച്ച സാധനം അതിനകത്ത് കവർ ചെയ്തു. വളരെ വിജയിച്ചു. ചക്രവർത്തിയോട് പറഞ്ഞു 2 ദിവസത്തിനകം എത്തിക്കാം. വളരെ രഹസ്യമായി ഇംഗ്ലണ്ടിലെ ലൈറ്റ് എല്ലാം ഓഫാക്കി ഇംഗ്ലണ്ടിലെ ഐസ് ഫാക്ടറി മുഴുവൻ 24 hours വർക്ക് ചെയ്തു. ഇഷ്ടം പോലെ ഐസ് കട്ടയുണ്ടാക്കി. ഇദ്ദേഹം നിർമ്മിച്ച ആ നൈട്രജനിൽ നിന്ന് നിർമ്മിച്ച സ്ഫോടക വസ്തു അതിനകത്ത് കവർ ചെയ്ത് ഇംഗ്ലീഷ് ചാനൽ കടലിൽ കൂടെ ഒഴുക്കി വിട്ടു. മഞ്ഞുകട്ട. ഈ മഞ്ഞുകട്ട ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ശത്രു സൈന്യമാകുന്ന ബ്രിട്ടൻ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക, ബ്രിട്ടൻ വല്ലതും കടത്തുന്നുണ്ടോന്ന്. അവന്റെ കപ്പലെ മുട്ടി മഞ്ഞുകട്ട പോകുമ്പോൾ അവൻ ഓർത്തു അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന അവൻ അത് ഒന്നുകൂടെ കമ്പുകൊണ്ട് കുത്തി സ്പീഡ് കൂട്ടി യൂറോപ്പിലോട്ട് വിട്ടു. ഇതിന്റെ പേരാ ശത്രുവിന്റെ പാളയത്തിൽ ദൈവമക്കൾക്ക് ശ്രേഷ്ഠഭോജ്യം നൽകും. ആ മഞ്ഞുകട്ട അങ്ങോട്ട് അടിച്ചു വിട്ടു. അവിടെ ഇൻഫർമേഷൻ കൊടുത്തു. മഞ്ഞുകട്ട പിടിച്ചെടുക്കാൻ യുദ്ധം ജയിച്ചു. അങ്ങനെയാണ് യുദ്ധം ജയിച്ചത്. ഫസ്റ്റ് വേൾഡ് വാർ. ജർമ്മനി പരാജയപ്പെട്ടു. വൈസ് ചേസ്മാനെ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു, നീ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു, നിനക്ക് എന്ത് വേണേലും തരാം. പണ്ട് രോതാവ് പറഞ്ഞ പോലെ എന്ത് വേണേലും തരാം. ഞങ്ങളുടെ കോട്ടയംകാരാണ് പറഞ്ഞേനെ മുണ്ടക്കയത്ത് ഒരു 1000 ഏക്കർ റബ്ബർ തോട്ടം തരാൻ. ഇദ്ദേഹം പറഞ്ഞ കേൾക്കണോ? ഇതാണേ എന്റെ ചക്രവർത്തി, എനിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണമാകുന്ന ജെറുസലേം ഞങ്ങൾക്ക് മേടിച്ചു തരണം. സംഗതി തിരിയുന്നുണ്ടോ? അത്തി തകർക്കാൻ പോവുക. ബ്രിട്ടൻ ഒന്നാമത് ടർക്കിയോട് ചൊരുക്ക മറുകണ്ഠം ചാടിയേന്. ഉടൻ ബ്രിട്ടീഷ് ചക്രവർത്തി ബ്രിട്ടീഷ് സേനാനായകനായ ജനറൽ അല്ലൻബിക്ക് ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങോട്ട് വരണ്ട, ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്ത് ജെറുസലേം പിടിച്ചെടുത്ത് യഹൂദന് കൊടേ. അങ്ങനെ ജനറൽ അല്ലൻബി പോവുകയാണ്. എങ്ങോട്ട്? യെരുസലേമിലേക്ക്. ഇത് കേട്ട് ടർക്കി വരണ്ട് നിൽക്കുക. അപ്പൊ സ്വർഗത്തിലെ ദൈവം പേജ് തുറന്നു നോക്കിയപ്പം പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീലനദിയിലെ വെള്ളം ഒഴുകി എവിടെ കയറണം? യെരുസലേമിൽ കയറുമ്പോൾ തരാം. അന്ന് അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാൻ തമ്പുരാൻ തീരുമാനിച്ചു. ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മൂവ്മെന്റ് സ്ലോ. അന്വേഷിച്ചപ്പം പറഞ്ഞു പട്ടാളക്കാർക്കല്ല ഡയറിയ, വയറ്റിളക്കം. നമ്മളാണ് പറഞ്ഞതിനെ മത്തി കൂട്ടിയതാണ്. അവർ ലാബറട്ടറി അയച്ചു, മിലിറ്ററി അവരുടെ സ്പെസിമെൻ പരിശോധിച്ച് പറഞ്ഞു, അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് കേൾക്കണോ, ഇവർ ഡിഫറൻറ്റ് വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വെള്ളം നീലനദിയിലെ വെള്ളമാ, അത് ക്ലോറിനേറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കണം. ബ്രിട്ടനിൽ നിന്ന് ശക്തിയുള്ള ജനറേറ്ററും ശക്തിയുള്ള ഹോസും ചെന്ന് പട്ടാളത്തിന്റെ മുമ്പിൽ ഹോസിട്ട് ആദ്യത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ജെറുസലേമിൽ കാലുകുത്തുന്നതിന് മുൻപേ നീലനദിയിലെ വെള്ളം ജെറുസലേമിൽ പതിച്ചു. ഒരു യുദ്ധവുമില്ലാതെ മേടിച്ചു കൊടുത്തു. അത്തി തളർക്കാൻ പോകുക. ദൈവമക്കളെ പരിഹസിച്ചാൽ, ദൈവദാസന്മാരെ പരിഹസിച്ചാൽ ആ നാണയത്തിൽ തമ്പുരാൻ ചെയ്യും. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുള്ള സമയമില്ലല്ലോ. നോട്ട് വന്നു 1948. നമ്മുടെ വിഷയത്തിലേക്ക് വേഗം കയറി വരാം. മെയ് 14 യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ പാസ്സാക്കി. അമേരിക്ക കൊണ്ടുവന്നു, മറ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായി.
നോക്കിക്കേ, 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പിൻ. 5 പ്രവചനം. കർത്താവ് എപ്പോൾ വരും? അത് തളിർക്കും. 1948 മെയ് 14 തളിർത്തു. കൊമ്പിളതാകും എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ് ആവും. ലോകത്തിന്റെ സകല രാജ്യങ്ങളുടെ മുമ്പിലായി. എല്ലാ സിസ്റ്റത്തിലും ലോകത്തിൽ ഒരു രാജ്യം അവനോട് കിടപിടിക്കത്തില്ല. നമ്മുടെ ഇന്ത്യക്ക് മിസൈൽ തരുന്ന അവരാ. ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി എല്ലാം അവർ മുമ്പിൽ. എൻ്റെ കർത്താവ് പറഞ്ഞു, ഇത് പ്രത്യേക ജനതതി, അവൻ്റെ ബുദ്ധി വേറെയാ. ഞാൻ പറഞ്ഞില്ലേ, ഈ അമാസുമായിട്ടുള്ള ആ യുദ്ധത്തിലൊക്കെ ഉണ്ടല്ലോ, ഒറ്റ പട്ടാളക്കാരൻ ചത്തില്ല. അവരോർത്ത് മരിച്ചത് അവനെ കയറ്റി വിട്ടത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ അതിനകത്തിരിക്കുന്നത്. പട്ടാളക്കാരൻ അവൻ്റെ വീട്ടിലാണ്. അത്ര ബുദ്ധിയുള്ളവൻ. അത്തിയെ നോക്കി നിങ്ങൾ രൂപമോടിപ്പീൻ, ഇല തളർക്കുമ്പോൾ. അടുത്തത് കേട്ടോണം, 3ാമത്തെ പ്രവചനം, ലോകത്തിന് വേനൽ. യെസ്, 2ാം ലോകമഹായുദ്ധം 1945 തീർന്നെങ്കിൽ അന്ന് മുതൽ ലോകം പുകയുന്ന ഒരൊറ്റ കാര്യം, പശ്ചിമേഷ്യൻ ഇഷ്യൂ. ഈ അറബികളും 23 അറബി രാജ്യങ്ങളും ഇവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കെടുതിയാണ് ലോകത്തിൽ. അമേരിക്കയിലെ ട്രേഡ് സെന്റർ എന്തുകൊണ്ട് തകർത്തു? അമേരിക്കയോടുള്ള വൈരാഗ്യമല്ല, ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ലോകത്തിന് വേനൽ. അടുത്ത കേട്ടോണം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. ഇസ്രായേലാകുന്ന അത്തി തളർക്കുന്നു, അത് ഡെവലപ്പാകുന്നു. ലോകത്തിന് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവൻ അടുക്കൽ വാതുക്കൽ. ആരാ പറ? ആരാ മാമി? പറയുന്നില്ലല്ലോ. കർത്താവ്. കർത്താവാണെ കർത്താവ് പറയും, ഞാൻ വാതുക്കലെന്ന്. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം, ഇറ്റ് ഈസ് അറ്റ് ദ ഡോർ. അത് വാതുക്കലെന്ന്. ആന്റി ക്രൈസ്റ്റ് ലോകഭരണത്തിന്റെ വാതുക്കൽ. ഇറ്റ് ഈസ് അറ്റ് ദ ഡോർ. ഇത്രയും സംഭവിച്ചാൽ എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതുക്കൽ. ഇനി അടുത്ത കേട്ടോണം, ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതാണ് നമ്മുടെ വിഷയം. പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ 2 വിധത്തിലുള്ള പ്രവചനമുണ്ട്. ചെറിയ പ്രവചനങ്ങൾ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തീരും, നിവർത്തിക്കും. യോനായുടെ പ്രവചനം ഒരു ചെറിയ പ്രവചനമാണ്, അത് ഉടനെ തീർന്നു, അതിൻ്റെ ബാക്കിയൊന്നുമില്ല. എന്നാൽ മേജർ പ്രവചനങ്ങളെ യെശയ്യാവ്, യെരമ്യാവ്, ദാനിയേല്, ഇതൊക്കെ മേജർ പ്രവചനങ്ങളാണ്. അതിലേറ്റവും മേജർ പ്രവചനമാണ് യെശയ്യാവ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 കാര്യങ്ങൾ നിവർത്തിച്ചു. യെശയ്യാ പ്രവചനത്തിലെ ഒരു കാര്യം നിവർത്തിക്കാനുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചു. 700 വർഷം മുമ്പേ ഇശായിയിൽ നിന്നൊരു കുറ്റി മുളയ്ക്കും. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രവചിച്ചു. നമ്മൾ കർത്തൃമേശയിൽ വായിക്കും, 53-ാം അധ്യായം അല്ലേ? രോമം കത്രിക്കുന്നതോട് മുൻപാകെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു. നിവർത്തിച്ചു. ഇനിയും നിവർത്തിക്കാനുള്ളത് യെശയ്യാ പറയുന്നു, ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ കോതിങ്കൽ കൈയിടും. സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും. അത് ഇന്നല്ല, അത് നിവർത്തിച്ചിട്ടില്ല. അത് നിവർത്തിക്കുന്നത് കർത്താവ് രാജാവാകുമ്പോഴാണ്. കന്യക മറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ പ്രവചനം 4 കാര്യമേ നിവർത്തിച്ചുള്ളൂ, ബാക്കി നിവർത്തിക്കാൻ കിടക്കുക. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിവർത്തിച്ചു. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിവർത്തിച്ചിട്ടില്ല, അത് കർത്താവ് രാജാവായി ഭരിക്കുമ്പോഴാണ്. ഇതുപോലെ കർത്താവ് ഈ പറഞ്ഞത് യേശുതമ്പുരാനാ, മേജർ പ്രവചനമാ. 1-ാം ഭാഗം നിവർത്തിച്ചു. എങ്ങനെയാന്ന് കേട്ടോണം, ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിൻ്റെ പ്രസംഗം AD 30 ഏപ്രിൽ മാസത്തിലാണ്. അന്ന് കർത്താവിൻ്റെ പ്രസംഗം കേട്ട ഒരു വ്യക്തിക്ക് കൃത്യം 70 വയസ്സായപ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് 1 വയസ്സേ ഉള്ളെങ്കിൽ ആ കുട്ടിക്ക് 40 വയസ്സായപ്പോൾ, അഥവാ യേശുതമ്പുരാൻ പ്രസംഗിച്ച് അന്ന് ഒരു അമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് 40 വയസ്സായപ്പോൾ മരണം വഴിയായി അവർ മാറുന്നതിന് മുൻപേ ടൈറ്റസ് II എന്ന റോമൻ സേനാനായകൻ വന്ന് ജെറുസലേം നിരോധിച്ച് അദ്ദേഹത്തിൻ്റെ
ചക്രവർത്തി കൊടുത്ത ഓർഡർ ദേവാലയത്തിലെ സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് ചെല്ലണമെന്നാണ്. അവിടെ സ്വർണ്ണമുണ്ട്, കൊണ്ടുചെല്ലാനാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്ല് 1000 ടണ്ണാ. ഒരു കല്ല് 1000 കിലോയാ, ഒരു ടണ്ണാ. എടുക്കാൻ ഒരു മാർഗവും ഇല്ല. പക്ഷെ ചക്രവർത്തിയുടെ ഓർഡറാണ്. അതിന് മാനുവൽ പവർ കൊണ്ട് എടുക്കാനൊക്കത്തില്ല. ഇന്നത്തെ JCB ഒന്നും ഒന്നില്ല. അതിന് ആഫ്രിക്കൻ ആനകളെ കൊണ്ടുവന്ന് ഉഴുതുകൂട്ടി, ഉഴുതുമറിച്ചു. സ്വർണം കിട്ടിയില്ല, പക്ഷെ തമ്പുരാന്റെ വാക്ക് നിവർത്തിച്ചു. ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ശേഷിച്ചില്ല. ഏതാ ഇത്? സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. യെരുശലേമിന്റെ നാശം കർത്താവിന്റെ പ്രസംഗം കേട്ടവർ മരണം വഴിയായി കടന്നു പോകുന്നതിന് മുമ്പേ നിവർത്തിച്ചു. 1-ാം ഭാഗം. 2-ാം ഭാഗം 1948 മെയ് 14 അത്തി തുളർത്തു. അന്നൊരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് എത്ര വയസ്സുണ്ടോ നിങ്ങൾക്കറിയാമോ? 78 കയറി. അത്തി തളിർത്തപ്പോൾ 948 ഒരു വ്യക്തി ഇസ്രായേൽ രാഷ്ട്രമായ മെയ് 14 ഒരമ്മച്ചി പ്രസവിച്ചെങ്കിൽ ആ കുട്ടിക്ക് 78 വയസ്സുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 78 വയസ്സുകാരെല്ലാം, അതിൽ കുറവുള്ളവർ അത്തി തളിർത്തത് കണ്ട തലമുറയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 78 വയസ്സും അതിൽ കുറവുള്ളവർ അത്തി തളിർത്തത് കണ്ട തലമുറയാ. 78 വയസ്സും അതിൽ കുറവുള്ളവർ ഇതിനകത്തുണ്ട്. എന്ന് കൈപൊക്കിക്ക് ധൈര്യത്തോടെ. കല്യാണാലോചനയല്ല, നല്ല കാര്യം പറയാനാ. 78 വയസ്സും അതിൽ കുറവുള്ളവർ ധൈര്യത്തോടെ കര ഉയർത്ത്. ഒരു പേടി പോലെ വളർക്കും. ഞാനൊരു കാര്യം പറയാം, ഈ കര ഉയർത്തിയോട് 78 വയസ്സ് അതിൽ കുറവുള്ളവരോടാ. സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം, എന്നാൽ 78 വയസ്സ് അതിൽ കുറവുള്ള ദൈവമക്കളെ, നിങ്ങൾ വിശുദ്ധിയിലും വിശ്വസ്തയിലും നിന്നാൽ നിങ്ങൾക്ക് സ്വാഭാവിക മരണം ആർക്ക് സംഭവിക്കാം, എന്നാൽ നിങ്ങൾ വിശുദ്ധിയിൽ നിന്നാൽ നിങ്ങൾക്ക് ശവപ്പെട്ടിയല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും വരും. ഞാൻ മറ്റൊരു കാര്യം കൂടെ അനൗചാരികമായിട്ട് പറയാം. ശ്രേഷ്ഠന്മാരെ, KC ജോൺ സാറൊക്കെ അറിവിന്റെ ഭണ്ഡാരമാണ്. ഒരു കാര്യം നിങ്ങൾ വളരെ ഇത് പ്രത്യേകം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, തെറ്റിച്ച് റെക്കോർഡ് ചെയ്യരുത്, തിരിച്ചു കൊടുക്കുക. കാരണം രാജീവ് മേത്ര പാഷയുടെ റാന്നിയിലെ സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. മഹോദ്രവത്തിന്റെ ആരംഭത്തിന്റെ ലക്ഷണങ്ങളായി എന്ന് പറഞ്ഞു. ആ യൂട്യൂബിലിട്ട് അങ്ങനെ അറിയാവോ, തോമസ് മാമൻ പ്രസംഗിക്കുന്നു മഹോദ്രവം തുടങ്ങിയ. അതാ കാലം. നിങ്ങൾ നോക്കിയാൽ ശരിക്കും നിങ്ങൾ കേട്ടോണം. 3 മാർമിക കാര്യങ്ങൾ പറയാൻ. 2026 2030 3 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. തിരുവചനം പറയുന്നു, 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ അവൻ നമ്മുടെ 1000 വർഷം കർത്താവിന് ഒരു ദിവസമാണ്. നമ്മുടെ 1000 ദിവസം കർത്താവിന് എത്രയാ? 1000 വർഷം ഒരു ദിവസം. അപ്പം നമ്മുടെ 6 ദിവസം കഴിഞ്ഞാൽ കർത്താവിന് 6 ദിവസം കഴിഞ്ഞാൽ 7-ാം ദിവസം കർത്താവിന് ശബദ, ദൈവത്തിൻ്റെ ശബദ. ലോകം ഉണ്ടായി 2000 വർഷം കഴിഞ്ഞപ്പോഴാണ് ജലപ്രളയം. വീണ്ടും ലോകമുണ്ടായി 2000 വർഷം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവതരിച്ചത്. 2000-ൽ ഒന്ന് വ്യത്യാസം കണ്ടോ? ആദ്യത്തെ 2000-ൽ ജലപ്രളയം, രണ്ടാമത്തെ 2000-ൽ എന്താ? മശിഹാ തമ്പുരാൻ കൃപായുഗം ഓപ്പൺ ചെയ്തു. ഇനിയും കേട്ടോണം, യേശു ജനിച്ചത് BC 4-ലാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, യേശുവിന് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ എത്ര വയസ്സാ? ആർക്കും അറിയാമല്ല? 30. അതായത് AD 26-ലാണ് പരസ്യ ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ തികഞ്ഞിട്ട് 2000 വർഷം. അടുത്തതാണ് ഞാൻ പറഞ്ഞത്, 1948-ൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി എങ്കിൽ 2028 വരുമ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് 80 വർഷമാകും. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനിയും 2030 വരുമ്പോൾ ഒരു പ്രത്യേകത,
ക്രൈസ്തവ സഭ പെന്തക്കോസ്തിൽ ആരംഭിച്ചത് AD 30. 2030 വരുമ്പോൾ ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ട് 2000 വർഷം. 2026 മുതലുള്ള നാളുകൾ വളരെ ക്രിട്ടിക്കാണ്. ഏത് സമയത്തും കർത്താവ് ഈ തലമുറയിൽ വരാം. 2026 വരുമെന്ന് തോമസ് മാമ മറന്ന് നിങ്ങൾ എഴുതരുതേ, പ്രസംഗിക്കരുതേ. 27 വരുമെന്നും പ്രസംഗിക്കരുതേ, 30 വരുമെന്ന് പറയരുതേ. ഇത് ക്രിട്ടിക്കാം. ഒരു പെൺകുട്ടിക്ക് 270 ദിവസം പ്രഗ്നൻസി ആയ മിടുക്കനായ ഡോക്ടർ പറയും ഈ സമയം മുതൽ എപ്പോഴും പ്രസവിക്കാം അല്ലേ. മാക്സിമം 250. ചില മിടുക്കന്മാർ പിന്നെ വരാൻ 2-3 ദിവസം കൊണ്ട് ഡിലേ ആവും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള 10 പ്രവചനങ്ങൾ അതുകൂടെ പറയുമ്പോൾ എൻ്റെ സമയം തീരും. 1, ഭാവിയിലെ കാര്യ, യെരുശലേം നഗരം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകും. വായിക്കാം, വെളിപ്പാട് 11:1 വായിക്കാം. ഇസ്രായേലിന്റെ വെളിപ്പാട് 11:1 മുതൽ. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അടുത്ത വാക്യം, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അടുത്ത ശ്രദ്ധിച്ചോണം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. യെരുശലേമിന്റെ കാര്യമാ. ജാതികൾ പിടിച്ചെടുത്തെന്നല്ല, ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അടുത്ത വാക്യം, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. നടക്കുമെന്നല്ല. 10 പ്രത്യേകതകൾ ക്രൈസ്തവർക്കും 3 പ്രത്യേകത യഹൂദനും 3 പ്രത്യേകത ഇസ്ലാമിനുമുള്ള ഈ വിശുദ്ധ നഗരം ജാതികൾക്ക് യഹൂദന്മാർ കൊടുക്കും. അവർ ചവിട്ടും. എങ്ങനെയാണെന്നറിയാമോ? കർത്താവിന്റെ വരവിന് ശേഷം എതിർ ക്രിസ്തു വരും. യോഹന്നാൻ 5:43, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ദാനിയേൽ 8 പറയുന്നവൻ നയമുള്ളവനാ, നയബുദ്ധിയാൽ തന്റെ കാര്യം നേടും. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും ശക്തമായ നിയമം ചെയ്യും. ദാനിയേൽ 9:27. മലയാളത്തിൽ നിയമത്തെ കഠിനമാക്കുമെന്ന, ഇംഗ്ലീഷിൽ ഹി വിൽ മേക്ക് സ്ട്രോങ് കവനന്റ് ഫോർ മെനി ഫോർ എ വീക്ക്. 7 വർഷം. അതെ, 1 ലോക ജനതയോടെ സാമ്പത്തിക കാര്യം, 2 കൈവിടപ്പെടുന്ന ക്രൈസ്തവ സഭയോടെ, അതാ കള്ളപ്രവാചകൻ. 3 യഹൂദനോട് പറയും, നിനക്ക് ഞങ്ങൾ ആലയം പണിയാൻ അനുവാദം മേടിച്ചു തരാം. അവിടെയാണ് ക്ലൂ പോയിന്റ്. ആലയം കിട്ടും. 95 വസ്തുക്കൾ വേണം ആലയം നിർമ്മിക്കാൻ. അത് 95 അവരുടെ കയ്യിലുണ്ട്. അനുവാദം കിട്ടിയാൽ 14 ദിവസം കൊണ്ട് ആലയം നിർമ്മിക്കാൻ സംഗതി റെഡിയാ. അവർ സ്ഥലം കണ്ടുപിടിച്ചു. ഡോം ഓഫ് ആർക്കൊക്കെ ആയിരുന്നു പണ്ട് പറഞ്ഞത്. അതൊന്നും അല്ല. അലക്സ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഇന്നത്തെ വിലാപ മതിലിന്റെ ആ ഭാഗമാണ് അവർക്ക് ആവശ്യം. ആ ദേവാലയം പണിയുവാൻ അവർ 95 വസ്തുക്കൾ വേണം. നിങ്ങൾക്കറിയാമോ, DNA ടെസ്റ്റ് നടത്തി ലേവിയ ഗോത്രക്കാരെ, മശിക വരുന്നു, രാജാവായിട്ട് വരുന്നു, നമ്മുടെ രാജ്യം മശിക ഭരിക്കും. അപ്പോൾ ആലയത്തിൽ യാഗങ്ങൾ കഴിക്കാൻ DNA ടെസ്റ്റ് നടത്തി ലേവിയ ഗോത്രക്കാരെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക മശിഹായെ സ്വീകരിക്കാൻ. നിങ്ങൾക്ക് ഇസ്രായേലിന്റെ ഒരു ടിവിയോ ഏതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നോക്കിക്കേ. ഒരുപാട് പുസ്തകങ്ങൾ പുറകെ വെച്ചോണ്ട് റബിമാര് പഴയ നിയമം തുറന്ന് മശിഹായെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ദേവാലയം പണിയുവാനുള്ള എഗ്രിമെന്റ് മേടിച്ചു കൊടുക്കും. അതാണ് അവൻ ദേവാലയത്തിൽ ഇരുന്നു എന്ന് കാണാൻ 2 തെസ്സലോനിക്കർ 2:4. ആ ദേവാലയം പണിയാൻ അനുവാദം കിട്ടുമ്പോൾ അതിന് പകരമായിട്ട് ഇവർ ജെറുസലേം ജാതികൾക്ക് കൊടുക്കും. അപ്പോൾ നോക്കിക്കോണം, ഇവരോർക്ക് ഇവനാ മശിഹ, ഇവ മശിഹയാന്ന് പറയും. കാരണം നമുക്ക് ദേവാലയം പണിയാൻ മേടിച്ചു തന്നു, ഇതിനു മുമ്പ് ആരെ കൊണ്ട് സാധിച്ചില്ല, ദേവാലയം കിട്ടിയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാ അവൻ തനിനിറം കാണിക്കും. വെളിപ്പാട് 13:14 എന്തുവാ? മൃഗത്തിന്റെ പ്രതിമ നമസ്കരിക്കേണ്ടതിനും നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. അതാണ് ഇന്ന്, അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തന്മയത്വമായി മനുഷ്യരെ കയ്യിലെടുത്തു കഴിഞ്ഞു AI. നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവ്, മാക്സിമം റോഡിൽ ട്രാഫിക്കുകാരെ പിടിക്കാൻ വെച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷേങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ
സകല പരിപാടിയും AI ആണ്. സകല പരിപാടി AI. എന്തിനാ? ജനത്തെ അങ്ങ് അടുപ്പിക്കുക, ആകർഷിച്ച്. ഓഫീസുകളിലെല്ലാം കൈകാര്യം ചെയ്യുന്ന AI ആ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മിക്ക ഓഫീസുകളിലും ആളുകളെ വേണ്ട. നിങ്ങളുടെ ആരെങ്കിലും UAE-ലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ വിളിച്ചു ചോദിച്ചേ, മുഴുവൻ AI ആ. കേരളത്തിലും വരുന്നു. നമ്മുടെ വിഷയം, നമ്മുടെ പ്രായമുള്ള നമ്മുടെ ആളുകളെ നോക്കാൻ ആരുമില്ല. ഇനിയിപ്പം ബംഗാളിയാ കൈയും കാലും തിരുമ്പി അവനും പോയി. ഇപ്പൊ അതിനും വരുന്ന AI വരുന്നു. വീട്ടിൽ ഇവിടെ കേരളത്തിലേക്ക് വരാൻ പോവുക AI. വേഗം വരും. ഒരിക്കൽ കാശ് കൊടുത്താൽ മതി. കറക്റ്റ് സമയത്ത് വേണ്ടുന്ന ഗുളിക തരാതരം എടുത്തു തരും, ഷർട്ട് എടുത്തു തരും, കുക്ക് ചെയ്ത് തരും, കാല് തിരുമ്മി തരും, കൈ തിരുമ്മി തരും, കയ്യെ പിടിച്ച് നടത്തും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും. വരുന്നു. ഇത് കിട്ടിയ ആരാ വേണ്ടെന്ന് വെക്കുന്നത്? പക്ഷെ അതിന്റെ പുറകിൽ ഒരു മർമ്മമുണ്ട്. കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സകല ഇമേജ് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്ന സകലത്തും അവന്റെ പ്രതിമ വെളിപ്പെടും. അതിന്റെ ട്രയൽ വിജയിച്ചു ജർമ്മനിയിൽ. കഴിഞ്ഞതിന്റെ തലേ വർഷം ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയിൽ 400ഓളം വിശ്വാസികളോട് ചെന്നപ്പം പുതിയ പാസ്റ്റർ ശുശ്രൂഷകൻ 40 മിനിറ്റ് പുള്ളി പ്രസംഗിച്ചു. അതിശക്തമായ പ്രസംഗം. ജനമന്തി ഒരു പരിചയമില്ല. പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഭിമാനമുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാസ്റ്ററാണ് ഞാൻ. ജനം അന്തിച്ചു പോയി. പിന്നെ ഒരു കാര്യം കൂടെ പുള്ളി പറഞ്ഞു, ഈ യോഗം തീർന്നു പോകുമ്പോൾ ഇതിന്റെ ഭാരവാഹികൾ എന്നെ എടുത്ത് സൈഡ് റൂമിൽ കൊണ്ട് പ്ലഗ് കുത്തി ഇട്ടേക്കണം, അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് ചാർജ് കിട്ടാൻ. മനസ്സിലായോ? അവർക്ക് സന്തോഷം. എന്നാ അറിയോ? ഈ പാസ്റ്റർ വീട്ടിൽ വരത്തില്ല, ചായ കൊടുക്കണ്ട, കൈമടക്ക് കൊടുക്കണ്ട. ഈ പാസ്റ്റർക്ക് പാസനേജ് കൊടുക്കണ്ട, കാറ് കൊടുക്കണ്ട, പെട്രോൾ കൊടുക്കണ്ട. പുള്ളി അവിടെ കിടന്നോളും, കുത്തിയിട്ടാൽ മതി, പിറ്റേ ആഴ്ച ചാർജ് ആകും. അതുവരെ ലോകത്തിൽ സംഭവിച്ചെങ്കിൽ നോക്കിക്കേ, ബുദ്ധിയുള്ളവർ ചിന്തിച്ചുകൊള്ളുക. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കണമെന്നും അവൻ നിയമമിടും. കാരണം അവന് ഭൂമിയിൽ ദൈവമാകണം. അടുത്തത് കേട്ടോണം. ഇസ്രായേൽ ഒരു വലിയ വിഭാഗം ചെറുക്കും. അപ്പോഴാണ് പീഡ. അപ്പോൾ എനിക്ക് സമയം പോയി. റഷ്യ കയറി വരും. അതിനാ ഇപ്പോഴത്തെ ഉക്രൈൻ യുദ്ധം. അറിയോ? കമ്പിവാചകം പോലെ പറയാം. ഉക്രൈൻ യുദ്ധം എന്തിനാണെന്നറിയാവോ? ഒറ്റ വാക്യത്തിൽ പറഞ്ഞു നിർത്താം. ഉക്രൈൻ യുദ്ധം 2014 അവർ പറഞ്ഞു, ഞങ്ങൾ 2024 ശേഷം ഞങ്ങളുടെ മുഴുവൻ കപ്പലുകളും ബ്ലാക്ക് സീയിൽ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്യും. ആറ്റം കപ്പലുകൾ. ഉക്രൈൻ ആരാ, റഷ്യ ആരോ എന്നൊക്കെ പറയേണ്ടതാ. ഉക്രൈൻ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഇന്നും വിശ്വാസ സ്നാനം ഗവൺമെന്റ് സപ്പോർട്ടിൽ നടത്തുന്ന രാജ്യമാണ്. 2, ഏറ്റവും അധികം യഹൂദന്മാരെ 2ാം ലോകമായ യുദ്ധത്തിൽ സംരക്ഷിച്ച രാജ്യമാണ്. 3, പണ്ട് സേരസിനോട് ഹാമാന്റെ ഭാര്യ പറഞ്ഞു, സേരസ് ഹാമാനോട്, നീ ഏത് കളി കളിച്ചാലും മൊർദെഖായിട്ടിരിക്കാൻ നേടത്തില്ല, കാരണം അവൻ ആരാ? നമ്മുടെ വഴിയാൻ പെന്തിക്കോസുകാരനാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന സെലൻസ്കി യഹൂദന. എന്നാന്നറിയോ ഈ യുദ്ധം പിടിക്കാൻ കാരണം? ഒത്തിരി ചേർത്തലുണ്ട്, ഞാൻ വേഗം പറയാം. ബ്ലാക്ക് സീ റഷ്യക്ക് വേണം. ബ്ലാക്ക് സീ വേണമെങ്കിൽ ഉക്രൈൻ കയ്യിൽ വേണം. ഇപ്പം അറേബ്യൻ കടൽ ഒരു പരിപാടി ഇന്ത്യ ഗവൺമെന്റ് നടത്താൻ പഞ്ചാബുകാരെ കൊണ്ടോ ബീഹാറുകാരെ കൊണ്ടോ പറ്റത്തില്ല. കേരളം വേണം. ഇതുപോലെ യെഹെസ്കേൽ പുസ്തകം 38:9 പറയുന്നുണ്ട്, നീ മഴക്കോൾ പോലെ വരുമെന്ന്. നീ എങ്ങനെ വരും? പറഞ്ഞേ. മഴക്കോൾ വരുന്ന റോഡിൽ കൂടെ ആണോ? എതിലെയാ വരുന്നത്? ആകാശത്തിൽ കൂടെ. അപ്പൊ ഇന്നത്തെ ഭാഷയെ മഴക്കോൾ എന്നതാ? മിസൈൽ. ആശയം മനസ്സിലായോ? ഇവന്റെ കപ്പലുകൾ ബ്ലാക്ക് സീയിൽ കൊണ്ടിട്ടിട്ട് അവിടുന്ന് മിസൈൽ അടിച്ചാൽ അവിടുന്ന് 800 മൈലേ ഉള്ള ജെറുസലേം. ഇവന്റെ മിസൈലിന്റെ സ്പീഡ് 700 മൈല. 1 മണിക്കൂറും 5 മിനിറ്റും കൊണ്ടും ഇവൻ മിസൈൽ അടിച്ച് അവിടെ തുരുതുര വർഷിപ്പിച്ച് ഇസ്രായേലിനെ വല്ലാണ്ടാക്കുമ്പോഴാണ് ഇസ്രായേൽ അഭയാർത്ഥികളായി മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. 12:14. പക്ഷെങ്കിൽ ദൈവം ഇവനെ ശിക്ഷിക്കും. അതും സയൻസ് കണ്ടുപിടിച്ചു. റഷ്യയുടെ അവസാനം അവിടെ. നിങ്ങൾ 38, 20, 21, 22 വീട്ടിൽ പോയി വായിക്കണം. 20 കാണാം. എന്നാ അറിയോ? അതിശക്തമായ ഭൂകമ്പം അടിക്കും.
റഷ്യൻ പട്ടാളം ഇസ്രായേലിനെ കവർ ചെയ്ത് നിൽക്കും. അവിടെ ഭൂകമ്പം ഉണ്ടാവും, റഷ്യൻ പട്ടാളം നശിക്കും. 2, ഒരു പാലക്കടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം വരും, റഷ്യൻ പട്ടാളം തമ്മിലടിക്കും. 3-ാമത്തത് ഗൗരവം. കർത്താവ് എഴുതിയിട്ടുണ്ട് 21-ാമത്, ഞാൻ തീ അയക്കും. ഇതൊക്കെ ഒടുവിൽ വെളിപ്പെട്ടത് കണ്ടോ? ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാ മൊനാഷ് യൂണിവേഴ്സിറ്റി. അവർ ലോകം മുഴുവൻ പരിശോധന നടത്തിയപ്പം ഈ പറഞ്ഞ കരിങ്കടലുണ്ട്, ബ്ലാക്ക് സീക്ക് ഒരു പ്രത്യേകത, അതിനകത്ത് ഉപരിതല മത്സ്യമേ ഉള്ളൂ, ആഴക്കടൽ മത്സ്യമില്ല. നമ്മുടെയൊക്കെ കടലിൽ ആദ്യം ഉപരിതല മത്തിയും കയലയും ഈ ഒക്കെ ഉപരിതലമാണ്, ആഴക്കടൽ മത്സ്യമാണ് വലുത്. ഒറ്റ ആഴക്കടൽ മത്സ്യം ബ്ലാക്ക് സീയിലില്ല. എടാ ഇതെൻ്റെ കാര്യം എന്നറിയണ്ടേ? അവർ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 100 അഗ്നിപർവ്വതം പൊട്ടാൻ റെഡിയായിട്ട് നിൽക്കുക. അതിനടി 1-2 അല്ല, 100 എണ്ണം അവർ എണ്ണി. ഏത് സമയത്ത് എക്സ്പ്ലോഷൻ നടക്കും അത് ഈ മത്സ്യങ്ങൾക്ക് മനസ്സിലായി, അതാ മാറിയത്. അപ്പോൾ ഈ യുദ്ധം സോവിയറ്റ് റഷ്യ മിസൈൽ അടിക്കുമ്പോൾ തമ്പുരാൻ ഈ അഗ്നിപർവ്വതം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അടിച്ച് മേലോട്ട് വിടുമ്പോൾ, തീ കത്തുമ്പോൾ കിഴക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ റഷ്യ കത്തി ചാമ്പലാകുമെന്ന് ബൈബിള് പറഞ്ഞിരിക്കും. നടക്കാൻ പോവുകയാണ്. സ്ത്രീ മരുഭൂമിയിലൊക്കെ ഓടിപ്പോകും. ഇതിനിടയിൽ 2 സാക്ഷികളായിരിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ആ പേരൊന്നും പറയത്തില്ല. ഏലിയാവ് മോശയാണെന്നൊക്കെ ധാരണ, അതങ്ങനെ ഇരുന്നോട്ട്. ഒരു വാക്യം നിവർത്തിച്ചു കഴിഞ്ഞു. വായിക്കാം, വെളിപ്പാട് 11:8. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. 11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. മൊബൈലുള്ളവരെല്ലാം ഒന്ന് എടുക്കണേ. ഞാൻ ദൈവദാസന്മാരുടെ അനുവാദത്തോടെയാ. മൊബൈലുള്ളവർ, ഗൂഗിളുള്ളവർ എടുക്കണം പ്ലീസ്. നിങ്ങളെ തെളിവ് തരാനായിട്ടാ. എടുത്തോ, ഒരു കുഴപ്പമില്ല. ഇപ്പം വേറെ മാന്താനല്ല, ഞാൻ പറയുന്ന കാര്യം നോക്കാനാ. എടുത്താട്ടെ പ്ലീസ്. സൗകര്യമാർക്ക് മൊബൈൽ നോക്കാൻ അറിയാവുന്ന എടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് കാണാം ഈ സംഭവം. വായിച്ചാട്ടെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. എവിടെയാണെന്നറിയാം? ആത്മീയമായി സോദോം, മഹാനഗരമാകുന്ന ജെറുസലേമിനെ 2000 വർഷം മുമ്പ് പ്രവാചകൻ പറയുന്നു, ഈ വിശുദ്ധ നഗരത്തിന് ഒരു പേര് കിട്ടും. എന്നതാ? പറ. സോദോം. സോദോം എന്ന് പറഞ്ഞാൽ എന്നാ? സെയിം സെക്സ്, സ്വവർഗ ഭോഗം, ഹീനമായ പാപം. 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതി, ഈ വിശുദ്ധ നഗരം, ക്രിസ്ത്യാനികൾക്ക് 10 പ്രത്യേകത, മറ്റു മതങ്ങൾക്ക് 3 പ്രത്യേകതയുള്ള വിശുദ്ധ നഗരം, ഇതിനെ സോദോം എന്ന് പേര് കിട്ടുമെന്ന്. ഇനി നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് ഞാൻ പറയുന്നൊന്ന് അടിക്കണം. ഇംഗ്ലീഷ് അടിക്കാൻ അറിയാതെ പ്ലീസ്. ജെറുസലേം ഗേ പരേഡ് 2024. ജെറുസലേം ഇംഗ്ലീഷ് ഗേ, GEY, ഗേ, പരേഡ് PAROD, പരേഡ് 2024 എന്ന് അടിച്ചിട്ട് കിട്ടുന്ന പടം കിട്ടിയ സഹോദരനോ സഹോദരിയോ ഒന്ന് ഉയർത്തി കാണിച്ചാട്ടെ. ജെറുസലേം ഗേ പരേഡ് 2024 or 25 അടി. ഗേ പരേഡ് GEY അടിക്കണം. ഗേ, ജെറുസലേം ഗേ പരേഡ്. ഗേ എന്ന് പറഞ്ഞാൽ ചാക്കോച്ച കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേര് ഗേ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ അന്നമ്മ കുഞ്ഞമ്മയെ കല്യാണം കഴിക്കുന്ന ലെസ്ബിയൻ. ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കണം. ജെറുസലേം ഗേ പരേഡ്. അവ ഉണ്ടെങ്കിൽ ദയവായിട്ട് അതിലോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കത്തില്ലായിരിക്കും അല്ലേ പാസ്റ്ററെ? അതിലിടാൻ ഒക്കുമോ മോനെ? അതിനകത്തൊന്ന് ഇടാവോ? എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ജെറുസലേം ഗേ പരേഡ്. കിട്ടിയോന്ന് പൊക്കി കാണിച്ച്, കൈ പൊക്കി കാണിച്ച്. ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾ നോക്കിക്കോ, ശരി കിട്ടോ. ജെറുസലേം ഗേ പരേഡ് 2024. താഴത്ത് അത് തന്നെ, ദാറ്റ് കൊടിയുള്ളത് അത് അവിടെ നിൽക്കട്ടെ, അതവിടെ എന്തോണം. 2000-ൽ പരം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. അവരുടെ സിമ്പലാണ് മഴവില്ലിന്റെ നിറമുള്ള 7 കൊടി, 7 കളറുള്ള കൊടി. ആ കൊടിയും പിടിച്ചുകൊണ്ട് ജെറുസലേം, നമ്മുടെ കർത്താവ് കാൽവറി ക്രൂശിൽ എൻ്റെ നിങ്ങളുടെ പാപം വഹിക്കാൻ നടന്നുപോയ വഴിയിൽ കൂടി ഈ ഹീനമായ പാപം ചെയ്യുന്നവർ
പോലീസ് പ്രൊട്ടക്ഷനോടെ ഒരു ഘോഷയാത്ര നടത്തിയതാണ് ഈ കാണുന്നത്. ഞങ്ങൾ സ്വവർഗഭോഗികളാണ്, ഞങ്ങൾ ജെറുസലേം നിവാസികളാണ് എന്ന് പറഞ്ഞ് അവർ ജെറുസലേമിൽ കൂടി നടക്കുന്നത് 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് എഴുതിയത് നിവർത്തിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയെ, എന്റെ പ്രിയൻ, ഈ തലമുറയെ വരാൻ ഇനി ഒരു താമസവുമില്ല. അതിമോനെ ഗൗരവം മനസ്സിലായോ? സംഗതി എല്ലാം തീർന്നു. ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 8:30 റാപ്ചറിന് എങ്ങനെ എതിർ ക്രിസ്തുവിന് അധികാരം കിട്ടും? മോനെ ഇങ്ങോട്ട് തന്നെ ഞാനൊരു പടം തരാം, എന്നിട്ടാവോ നോക്കണേ പ്ലീസ്. മോനെ അവിടെ ഇരിക്കുന്ന എങ്ങനെ എതിർ ക്രിസ്തുവിന് ഈ ഭൂമി കിട്ടും? എങ്ങനെ അവൻ ഭരിക്കും? ആരെങ്കിലും രാജ്യം വിട്ടുകൊടുക്കും? ട്രൈ ചെയ്യണം, ഞാൻ പറയുമ്പോഴേ കാണിക്കാവുള്ളൂ. കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെടും, പക്ഷെങ്കിൽ അതിൻ്റെ ആക്ഷൻ ലോകത്തിന് വഹിക്കാനൊക്കത്തില്ല. സഭ എടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ കർത്താവിൻ്റെ ഗംഭീരനാഥം, പ്രധാനദൂതൻ്റെ സഭ, ദൈവത്തിൻ്റെ കാഹളം. പക്ഷെ സഭ എടുക്കപ്പെടുന്നത് ഒരാളെ മേലോട്ട് കൊണ്ടുപോയി. ആരെയാ? ഏലിയാവിനെ. എങ്ങനെയാണ് കൊണ്ടുപോയത്? രണ്ട് രാജാക്കന്മാർ 2ന്റെ 15 പറയാം. ഏലിയാവും എലീശായും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. ഏലിയാവ് എങ്ങനെ കയറിപ്പോയി അറിയാമോ? ചുഴലിക്കാറ്റിൽ. എന്തോ കാറ്റ് കയറിപ്പോയി? ചുഴലിക്കാറ്റിൽ. സയൻസ് ഭയപ്പെടുന്നു, നമ്മുടെ കടലാകെ തകരുകയാണ്. കടൽ 3 ഭാഗമാണ്: എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ. ഇതാണ് കടൽ. എന്നാൽ എപ്പിലിമിയോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമിയോൺ സിസ്റ്റത്തിലാണ്. കാരണം കടലിനടി പ്രഷർ കൊടുക്കാനാണ്. കടലിനടിയിൽ 5 കിലോമീറ്റർ വരെ അഗ്നിപർവ്വതമുണ്ട്. അത് പൊട്ടാതിരിക്കാൻ പ്രഷറാത്. സഹോദരിമാർ വിന്നാഗിരി കാർക്കിട്ട് അടയ്ക്കുന്ന പോലെ 2007-1 തെക്കൻ അമേരിക്കയിൽ ഇക്കഡോറിൽ ഒരെണ്ണം പൊട്ടി കിഴക്കേട്ട് വന്നതാണ്. ഇവിടെ ഇന്തോനേഷ്യ വന്ന് ഒടുവിൽ അടിഞ്ഞാണ് ഒരു ഭൂകമ്പം ഉണ്ടായ, സുനാമി ഉണ്ടായത്. ചൂട് കൂടിയാൽ ഏത് സമയത്തും അതിശക്തമായ ചുഴലിക്കാറ്റ് വരാമെന്ന് സയൻസ് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം നമ്മളെല്ലാം TV വഴി കണ്ടവരാണ്. നമ്മുടെ രാജ്യത്തിലും അടുപ്പിച്ചത് കർത്താവ്. നമ്മുടെ രാജ്യത്ത് അടിച്ചതിൻ്റെ പേരാ ഓഖി. ഓരോ രാജ്യക്കാർക്കും ഓരോ പ്രാവശ്യത്തെ ചുഴലിക്കാറ്റിനും ഓരോ രാജ്യത്തിന് ആ ചോയ്സ് പേരിടാൻ. അങ്ങനെയാണ് റീത്ത, മാത്യു, കാത്തുകുട്ടർ എന്നൊക്കെ പേരിട്ടത്. ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം നമ്മളെല്ലാം കണ്ടതാ. ഈ ഭൂമിക്ക് താങ്ങാനൊക്കത്തില്ല. യെരമ്യാ പ്രവചനം 25:31 പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 25:31. ഞാൻ 25:31 വായിച്ചാട്ടെ, വേഗം വായിക്കണം. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരം ഉണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക്, ദൈവമക്കൾക്കല്ല, ജാതിയിൽ നിന്ന് ജാതിയിലേക്ക്, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഗതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണു കിടക്കും. അടുത്ത വാക്യം, അവരെ കുറിച്ച് ആരും വിലപിക്കത്തില്ല. അവരെ എടുത്ത് കുഴിച്ചിടത്തില്ല. നിലത്തിന് വളമായി തീരും. ദൈവമക്കളെ, ഒരു മൈനോറിറ്റി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അഭിഷേകമുള്ളവർ എടുക്കപ്പെടും. ബാക്കി അവശേഷിക്കുന്ന ജനങ്ങളിൽ പകുതിയും മുക്കാലും മരിച്ചു വീഴും. ഇതാ ഫിലിപ്പൈൻസിലുണ്ടായ ഒരു ചെറിയ ചുഴലിക്കാറ്റിന്റെ താണ്ഡവം റോയിറ്റേഴ്സ് എടുത്തത്. അതിന്റെ പ്രിന്റ് എൻ്റെ ഞാൻ എടുത്തതാണ്, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബോംബെയേക്കാൾ 4 മടങ്ങ് വലിപ്പമുള്ള ഒരു പട്ടണം ആക്രിക്കടയിൽ ഇരുമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നത് കണ്ടോ? നിങ്ങൾ നേരിട്ട് കാണാം. റോയിറ്റേഴ്സ് എടുത്തതാ. ഫിലിപ്പൈൻസിലെ ഒരു തുറമുഖ നഗരമാണ്. ബോംബെയേക്കാൾ 4 മടങ്ങാണ്. ഒരു ചുഴലിക്കാറ്റാണ്. ആക്രിക്കടയിൽ ഇരുമ്പ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ലോകത്തിൽ മുഴുവൻ ഇത് സംഭവിക്കും. മോനെ, ഇന്റർനെറ്റ് താഴെ വരും, വൈദ്യുതി താഴെ വരും, സൂര്യൻ മാറിപ്പോകും, റെയിൽവേ പാളങ്ങളല്ലേ ഇതിലേ പോകുന്ന അറിയത്തില്ല, എയർപോർട്ട് കാണത്തില്ല, കോടിക്കണക്കിന് ജനം ഇവിടെ മറിച്ച് കിടക്കും. ഇന്റർനെറ്റ് പോകും, ടെലിഫോൺ സിസ്റ്റം പോകും,
ഈ ഇലക്ട്രിക് ടവറുകൾ താഴെ വരും, ഭൂമി അന്ധകാരമയമാകും, അണക്കെട്ടുകൾ പൊട്ടും. അറിയാവോ? ഭൂമി ജലപ്രളയം വരും, റേഡിയേഷൻ ഉണ്ടാകും. ഏതാ? ആറ്റം നിലയങ്ങൾ പൊട്ടും. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടതാ. റേഡിയേഷൻ വരും, ജനങ്ങൾ റേഡിയേഷനേറ്റ് ഭയങ്കരമായിട്ട് മരിക്കാൻ തുടങ്ങും. ഒരു ചെറിയ റേഡിയേഷൻ 2013 ജപ്പാനിലുണ്ടായി. ചെറിയ 4 ഇഞ്ചേ കോൺക്രീറ്റ് കീറിയുള്ളൂ. 7 അടി കനത്തിലാണ് അതിൻ്റെ കോൺക്രീറ്റ്, റേഡിയേഷൻ വരാതിരിക്കാൻ. അതിൽ ഒരു ചെറിയ വിള്ളലുണ്ടായി 4 ഇഞ്ച്. നിങ്ങൾക്കറിയാവോ, 210 ജപ്പാൻകാരുടെ ശവം റോഡിൽ അടക്കാൻ ആളില്ലാതെ കടന്നു. ഇന്ത്യയിൽ നിന്നാണ് അത്യാവശ്യമായിട്ട് 25,000 കുപ്പി പ്ലെയിനിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് ആ പ്ലെയിൻ നേരെ ചാടിപ്പോന്നു, അവിടെ ഇറങ്ങിയില്ല. എങ്കിൽ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർ വെച്ചിരിക്കുന്ന ആ നിലയങ്ങൾ പൊട്ടും, റേഡിയേഷൻ വരും, വൈദ്യുതി കാണത്തില്ല, കറണ്ട് കാണത്തില്ല. സക്കറിയാവ് 14:6 സൂര്യൻ മാറിപ്പോകും, സകലതും പോകും. ഈ കെട്ടിടത്തിൽ എന്ത് നടന്നതാണ് റോഡിൽ അറിയത്തില്ല. ശവങ്ങൾ കുമിഞ്ഞുകൂടും, അതോടൊപ്പം മുറിവേറ്റവരും ചതഞ്ഞവരും കാണും. ഒരടി നടക്കാൻ മേല. അതാണ് കർത്താവ് പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. അന്നേരം നെടുമ്പറം ദൈവസഭയിലെ വിശ്വാസി എവിടെ പോയെന്ന് ആരെങ്കിലും തിരക്കോ? ഇല്ല. അതാണ് റാപ്ചർ. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ കണ്ണുമയ്ക്ക് രൂപാന്തരപ്പെടും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ കുട്ടിച്ചോറാകുന്ന ഈ ലോകം ഭരിക്കാൻ ഒരു നേതാവിനും ഒക്കത്തില്ല. കാരണം അത്ര ഭയങ്കര സങ്കീർണ പ്രശ്നമാണ് ഇവിടെ. ഇന്റർനെറ്റും ഇല്ല, വെളിച്ചമില്ല, കറണ്ടില്ല, റേഡിയേഷൻ എല്ലാം. അപ്പോഴാണ് ഇവൻ വരും, അവൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ഇവനെല്ലാം നേരെയാക്കും. അപ്പോൾ പറയും, നീ ഭരിച്ചോളാൻ. അങ്ങനെ എതിർ ക്രിസ്തുവിന് കിട്ടും. അവൻ്റെ 10 രാജമുടി കൊണ്ട് പറയാൻ സമയമില്ല. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ദൈവമക്കൾക്ക് ഇത് ബാധകമല്ല, നമ്മൾ എടുക്കപ്പെടും.